സ്വേച്ഛാകേസരിണ സ്വച്ഛായ ആയാസിതേന്ദവഃ ത്രായന്താംബോ മധുരിപോഃ പ്രപന്നാർത്തിച്ഛിദോ നഖാഃ അപൂർവം യത് വസ്തു പ്രഥയതി വിനാകാരണകലാം ജഗദ്ഗ്രാവപ്രഖ്യം നിജരസഭരാത്സാരയതി ച ക്രമാത് പ്രഖ്യോപാഖ്യാപ്രസരസുഭഗം ഭാസയതി തത് സരസ്വത്യാസ്തത്വം കവിസഹൃദയാഖ്യം വിജയത്തെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അഭാവവാദം മിക്കവാറും നോക്കി തീർന്നിരിക്കുന്നു. അപ്പൊ ഈ കാവ്യസ്യാത്മാ ധനിരി ബുദ്ധൈഹി എന്നുള്ള കാര്യമാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ തസ്യ അഭാവം ജഗതുഃ എന്ന് പറഞ്ഞു. ധ്വനി ഇല്ല എന്ന് ചിലര് പറഞ്ഞു എന്നാണ് പറയുന്നത്. ധ്വനി ഇല്ല എന്ന് ചിലര് അഭാവം തസ്യ അഭാവം അപരേ ജഗതുഃ എന്നാണ് പറഞ്ഞത്. ജഗതുഃ എന്നുള്ളത് ലിട്ട് എന്നൊരു ലകാരത്തിലാണ്. ലിട്ട് എന്നുള്ളത് വളരെ പഴക്കമുള്ള ഭൂതകാലത്തിൽ അല്ലെങ്കിൽ പരോക്ഷം, നമ്മൾ നേരിട്ട് കാണാത്തത് കണ്ടനുഭവിക്കാത്ത കാര്യങ്ങളെ പറയുമ്പോഴാണ് ലിട്ട് എന്നുള്ള ലകാരം പ്രയോഗിക്കുക. ഇപ്പൊ അത് അവിടെ അതാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു വെച്ചു, പറഞ്ഞു. ആര് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ നേരിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. എന്ത് ധ്വനി ഇല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കൽപ്പിച്ചിട്ട് അവരുടെ അഭാവവാദത്തെ കൽപ്പിച്ചിട്ട് ഖണ്ഡിക്കുകയാണ്. അപ്പോൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളതായി. അപ്പൊ ഇപ്പോൾ ഉള്ളതായി. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭാവി കാലത്തുള്ളതല്ല, ഇപ്പോൾ ഉള്ളതായി. അതുകൊണ്ട് ഭാവി കാലം ഇല്ല. അപ്പൊ പിന്നെന്താ? നേരിട്ട് കണ്ടിട്ടുമില്ല. അപ്പൊ പിന്നെ എന്താ? അതുകൊണ്ടാണ് ഭാവി കാലവുമല്ല. അപ്പൊ ഭൂതകാലം ബുദ്ധിയിൽ ആരോപിച്ചല്ലോ, മനസ്സിൽ കൽപ്പിച്ചല്ലോ, അതുകൊണ്ട് ഭൂതകാലം. ആ ഭൂതം നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ലിട്ട് ലകാരം കൊണ്ട് പ്രയോഗിക്കുന്നു. പറഞ്ഞു എന്ന് ലോചനത്തിൽ അത് പറയുന്നുണ്ട്. നോക്കൂ, നച അസ്മാഭിഃ അഭാവവാദിനാം വികൽപാഃ ശ്രുതാഃ. ഈ അഭാവവാദികളുടെ അജ്ഞാന വിലസിതം, അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള പൊള്ളവാദങ്ങൾ നേരിട്ട് കേട്ടിട്ടില്ല. കിന്തു സംഭാവ്യ ദൂഷയിഷ്യന്തേ. അവരിങ്ങനെയൊക്കെ പറയുമായിരിക്കും എന്ന് സംഭാവനം ചെയ്തിട്ട് അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് പരോക്ഷമാണത്, പരോക്ഷത്വം. അപ്പൊ ഇതുവരെ ഉണ്ടാവാത്ത ഒരു സാധനത്തെ എങ്ങനെയാ നമ്മൾ ഖണ്ഡിക്കുക, ദൂഷണം ചെയ്യുക, അതിൽ ദോഷം പറയുക? നച ഭവിഷ്യത് വസ്തു ദൂഷയിതും യുക്തം അനുത്പന്നത്വാദേവ. ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ദൂഷണം ചെയ്യുക എന്ന് ചോദിച്ചാൽ തദപി ബുദ്ധ്യാരോപിതം ദൂഷ്യത്തെ ഇതി ചേത്. ബുദ്ധിയിൽ ആരോപിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരിക്കുന്നു മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഭവിഷ്യത്തല്ലല്ലോ. ബുദ്ധ്യാരോപിതത്വാദേവ ഭവിഷ്യത്വഹാനി. അപ്പൊ ബുദ്ധിയിൽ നമ്മളെ മനസ്സിൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭാവി കാലത്തുള്ളതല്ല. അപ്പൊ അതഃ ഭൂതകാലോന്മേഷ. അത് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂതകാലമാണല്ലോ, മനസ്സിൽ കരുതി കഴിഞ്ഞു. അപ്പൊ ഭൂതകാലമാണ്. ഭൂതകാലം ഉണ്ട്, പരോക്ഷവുമാണ്, നേരിട്ട് കണ്ടിട്ടുമില്ല. അപ്പൊ പരോക്ഷ ഭൂതത്തിൽ പ്രയോഗിക്കുന്ന ലിട്ട് ലകാരം കൊണ്ട് ജഗതുഹു എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഭാക്തവാദികളെ പറയുമ്പോൾ എന്താ പറയുന്നത്? ഭാക്തമാഹുസ്തമന്യേ എന്നാണ്. ഭാക്തവാദത്തെ അതുപോലെ ഇതുവരെ കേട്ടിട്ടില്ല എന്നല്ല പറയുന്നത്. ഭാക്തമാഹു പറയുന്നു എന്ന് വർത്തമാനത്തിലാണ് പറയുന്നത്. നോക്കൂ, അന്യേ തം ധ്വനിസംഹിതം കാവ്യാത്മാനം
ഗുണവൃത്തി ഇത്യാഹോ വ്യാഖ്യാനാണ്. എന്തായിരുന്നു പദ്യം? കാവ്യസ്യാത്മാ ധ്വനിരിതിബുധൈര്യസമാമനാഥപൂർവ തസ്യാഭാവം ജഗതുഹു. അഭാവവാദികളെ ജഗതുഹു എന്ന് ലിറ്റിലാ പറഞ്ഞത്. ജഗതുരപരേ ഭാക്തമാഹുസ്തമന്യേ ആഹുഹു വർത്തമാനത്തിലാണ് പറയുന്നത്. പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ധ്വനി ലക്ഷണയിൽ അന്തർഭവിക്കുന്നു എന്നുള്ള അഭിപ്രായം ചിലര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും പുസ്തകത്തിലുണ്ട്. അന്യേതം ധ്വനി സംഹിതം ഗുണവൃത്തിരിത്യാഹു. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട്. ഏവമേതേ അഭാവവികൽപ്പാഃ ശൃംഖലാക്രമേണ ആഗതാഃ നതു അന്യോന്യ അസംബദ്ധാഃ ഏവ തഥാ ഹി. അതൊക്കെ പോട്ടെ. അഭാവവാദസ്യ സംഭാവനാപ്രാണത്വേന ഭൂതത്വമുക്തം. അത് സംഭാവന ചെയ്തിട്ട് ഇങ്ങനെ പറയുമായിരിക്കുന്ന മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞതുകൊണ്ട് അത് ഭവിഷ്യത്തല്ല ഭൂതമാണെന്ന് പറഞ്ഞു വെച്ചിരുന്നു, പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇപ്പോഴോ ഭാക്തവാദം പറയുമ്പോ ഭാക്തവാദസ്തു അവിച്ഛിന്ന പുസ്തകേഷു ഇത്യഭിപ്രായേണ ഭാക്തമാഹു. പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് ഭാക്തവാദത്തെ. നിത്യപ്രവൃത്ത വർത്തമാന അപേക്ഷയാ അഭിധാനം. ആര് പറഞ്ഞു വെച്ചു എന്നുള്ളതൊക്കെ ഇപ്പൊ പറയും, തൊട്ടടുത്ത് വൃത്തിയിൽ പറയുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നേരിട്ട് ധ്വനി എന്ന പേരോ അത് ലക്ഷണയിൽ അന്തർഭവിക്കുമെന്നോ പറഞ്ഞിട്ടില്ലെങ്കിലും വ്യംഗ്യാർത്ഥം വരുന്ന ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ മുമ്പുള്ള കാവ്യ ശാസ്ത്ര ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വ്യംഗ്യാർത്ഥം വരുന്ന ലക്ഷണ ഉൾക്കൊള്ളുന്ന അലങ്കാരങ്ങളെക്കുറിച്ചും മറ്റൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാക്തവാദത്തെ പറയുന്നു എന്ന് വർത്തമാനകാലത്തിലാണ് പറയുന്നത്. ഭാക്തമാഹു തമന്യേ. അപ്പൊ ഈ ഭാക്തം എന്ന് പറഞ്ഞാൽ ലാക്ഷണികമായ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭക്തി ലക്ഷണ. അതെങ്ങനെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ലക്ഷണ എങ്ങനെയാണ് അങ്ങനെ അർത്ഥം കിട്ടുന്നത്? ഭക്തി എന്നുള്ള വാക്കിന് ലക്ഷണ എന്ന് എങ്ങനെയാണ് അർത്ഥം കിട്ടുന്നത്? അതിവിടെ പറയുന്നുണ്ട്. ഭക്തി ധർമ്മ അഭിധേയേന സാമീപ്യാദി തത്ത ആഗതഃ ഭാക്തഃ ലാക്ഷണികഃ അർത്ഥഃ. അതെന്തോന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ലക്ഷണ എന്ന് പറഞ്ഞാൽ ലക്ഷണ എന്നാണല്ലോ പറയുന്നത്. ലക്ഷണം എങ്ങനെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷണം ഉണ്ടാവാൻ അല്ലെങ്കിൽ ലക്ഷണം പ്രവർത്തിക്കാൻ 3 കാര്യങ്ങൾ ഉണ്ടാവണം. 3 കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷണം പ്രവർത്തിക്കുള്ളൂ. അതിനു മുമ്പ് ആദ്യം തന്നെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്കിനെ അതിൻ്റെ അർത്ഥത്തിലല്ലാതെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരർത്ഥത്തിൽ പ്രയോഗിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ സിംഹ മാണവക, ഈ വിദ്യാർത്ഥി സിംഹമാണ് പറയുമ്പോൾ സിംഹം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെയോ സിംഹത്തെ പോലെ ശൂരനാണ്, ശൗര്യം കൊണ്ട് സിംഹസദൃശനാണ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതാ ഇവൻ തീയാണ് എന്ന് പറയുമ്പോൾ തീയ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സാധാരണ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെയോ തീയെ പോലെ, അഗ്നിയെ പോലെ തീക്ഷ്ണനാണ്, ഷാർപ്പാണ്, വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നവനാണ്, വളരെ ദാഹകത്വ ശക്തിയുള്ളവനാണ്. അതുപോലെ ഗംഗയിൽ ഇടയക്കുടിൽ ഗംഗായാം ദോഷ എന്ന് പറയുമ്പോൾ ഗംഗ എന്ന വെള്ളത്തിലല്ല ഇടയക്കുടില്, പിന്നെയോ ഗംഗാ തീരത്ത് ആണ്. അപ്പൊ നേരെയുള്ള അർത്ഥത്തിലല്ല, തൊട്ട് കിടക്കുന്ന അർത്ഥത്തിലാണ് പ്രയോഗം. ഇങ്ങനെ പ്രയോഗിക്കുന്നതിനെയാണ് ലക്ഷണ എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷണ ഒരാള് പ്രയോഗിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം എന്നാണ് സാധാരണ പറയാറുള്ളത്. നമ്മൾ കാവ്യപ്രകാശത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. തന്നെ എന്തൊക്കെയാണ് ചോദിച്ചാൽ, അതിൻ്റെ ആ വാക്കിൻ്റെ ഏത് വാക്കിലാണോ ലക്ഷണയുള്ളത്
അല്ലെങ്കിൽ ലക്ഷണ എന്ന വ്യവഹാരം, ലക്ഷണ എന്ന വ്യാപാരം ഏത് വാക്കിലാണോ ഉള്ളത് അതിൻ്റെ നേരെയുള്ള അർത്ഥം, മുഖ്യ അർത്ഥം ആ സെന്റൻസിൽ, ആ വാക്യത്തിൽ പൊരുത്തപ്പെടാതെ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മുഖ്യാർത്ഥ ബാധം അല്ലെങ്കിൽ മുഖ്യാർത്ഥ ഭംഗം വേണം. ആണല്ലോ. ഇപ്പൊ നമ്മള് ഒരാള് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറ്റിപ്പുറം 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 എന്ന് വിളിക്കുന്നു. കുറ്റിപ്പുറം എന്ന പദത്തിനർത്ഥം ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്തെ ആരും വിളിക്കില്ലല്ലോ, വിളിച്ചാലോ അത് എണീറ്റ് വരില്ലല്ലോ, അപ്പൊ അത് ശരിയാവില്ല. അപ്പൊ പിന്നെ എന്താ നോക്കിയാൽ, ആലോചിച്ചാൽ കുറ്റിപ്പുറത്തേക്ക് പോകേണ്ട ആളുകളെയാണ് അയാൾ വേഗം, ഇത്രയൊന്നും വിസ്തരിച്ച് പറയാൻ ക്ഷമയില്ലാത്തത് കൊണ്ട്, വേഗം ആളുകൾക്ക് വരാനും കയറാനും ബസ് ഉടനെ പുറപ്പെടേണ്ടതുമുള്ളത് കൊണ്ട് അയാൾ കുറ്റിപ്പുറം 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 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നേരെ ചൊവ്വയുള്ള അർത്ഥം ചേരാതെ വരികയാണ്. അതുപോലെ ഇതാ വടികൾ അകത്തേക്ക് കടക്കുന്നു എന്ന് പറയാണ്. കുന്താഹ പ്രവിശന്തി അല്ലെങ്കിൽ യഷ്ടയഹ പ്രവിശന്തി. വടികൾ തനിച്ച് ഒരു റൂമിന്റെ അകത്തേക്ക്, ഒരു ഹാളിലേക്ക് കടക്കില്ലല്ലോ. അപ്പൊ വടികൾ എന്ന് പറഞ്ഞാൽ വടി ഏന്തിയ മനുഷ്യർ, പോലീസുകാര് അല്ലെങ്കിൽ പട്ടാളക്കാര് അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉള്ളവര്. അപ്പൊ വടി എന്നുള്ള പദം നേരെ ചൊവ്വയുള്ള അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? വടികൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വടി കയ്യിലുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മാറ്റി പ്രയോഗിക്കുന്നു. ഇതിനെയാണ് ലക്ഷണ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? നേരെയുള്ള അർത്ഥത്തിൽ അർത്ഥം പൊരുന്താതെ വരിക, പൊരുത്തപ്പെടാതെ വരിക, ശരിയാവാതെ വരിക. ഇതിനെ മുഖ്യാർത്ഥ ബാധം എന്നാണ് പറയുന്നത്. അപ്പൊ മുഖ്യാർത്ഥ ബാധം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ള അർത്ഥം ശരിയാവാതെ വരുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കാമോ? ഇപ്പൊ കാറ് എന്ന് പറയാം, എന്നിട്ട് ഇതാണ് മോഹൻലാലാണ്, അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ആളുകൾക്ക് മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. ഒരാൾ കാറ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? മുഖ്യാർത്ഥം ശരിയാവാത്തതുകൊണ്ട് ഞാൻ മോഹൻലാൽ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചത്, ശരിയാവില്ല. അപ്പോഴോ ആ വാക്കിന്റെ അർത്ഥവുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന അർത്ഥമൊക്കെ ആണെങ്കിൽ വേഗം ഓടും, ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ മുഖ്യാർത്ഥവും ആ വാക്കിന്റെ മുഖ്യാർത്ഥവുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു റിലേഷൻ ഉണ്ടാവണം. മുഖ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തമ്മിൽ സംബന്ധം ഉണ്ടാവണം. ഇതാണ് കാവ്യപ്രകാശത്തിൽ പറഞ്ഞത് മുഖ്യാർത്ഥ ബാധേ തദ്യോഗേ ച സതി. മുഖ്യാർത്ഥ ബാധേ സതി എന്ന് വെച്ചാൽ മുഖ്യാർത്ഥത്തിന് പൊരുത്തക്കേട് ഉണ്ടാവുമ്പോൾ തദ്യോഗേ, തദ്യോഗം അതുമായിട്ട് സംബന്ധം, യോഗ എന്നുള്ളതിന് സംബന്ധം അർത്ഥം, എന്തെങ്കിലും തരത്തിലുള്ള സംബന്ധവും ഉണ്ടെന്നിരിക്കെ. അപ്പൊ രണ്ടാമത്തത് മുഖ്യാർത്ഥവും ഉദ്ദേശിക്കുന്ന അർത്ഥവും തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു റിലേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഗംഗായാം ഘോഷ എന്നുള്ളിടത്ത് ഗംഗ ഒഴുകുന്ന വെള്ളം വാച്യാർത്ഥം, മുഖ്യാർത്ഥം. ഉദ്ദേശിച്ചാർത്ഥം ഗംഗാതീരം. തീർച്ചയായിട്ടും വെള്ളവും തീരവും തമ്മിൽ ബന്ധമുണ്ടല്ലോ, സാമീപ്യ സംബന്ധമുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ മുഖ്യാർത്ഥവും ഉദ്ദേശിച്ചാർത്ഥവും തമ്മിൽ, ലക്ഷ്യാർത്ഥവും തമ്മിൽ ബന്ധം ഉണ്ടാവണം. മൂന്നാമത്തെ നിമിത്തം എന്ന് പറയുന്നത് രണ്ടെണ്ണം പറയാണ്, അതിൽ ഏതെങ്കിലും ഒന്ന് മതി. രൂഢി അല്ലെങ്കിൽ പ്രയോജനം. ഒരു വാക്ക് തൻ്റെ അർത്ഥത്തിലല്ലാതെ എല്ലാവരും പ്രയോഗിച്ച് അതങ്ങനെ തറഞ്ഞു പോയിരിക്കണം, അതൊന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കിനെ അതിൻ്റെ അർത്ഥത്തിലല്ലാതെ മറ്റൊരർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ട്, ഒരു പ്രയോജനം പറയാൻ ഉദ്ദേശിച്ച്, കുറച്ചുകൂടി ഊന്നലോടുകൂടി പറയാൻ ഉദ്ദേശിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. അതാണ് പ്രയോജനം എന്ന് പറയുന്നത്. ഈ ലക്ഷണം പ്രയോഗിക്കുന്നതിൻ്റെ, ലക്ഷണം ഉപയോഗിക്കുന്ന, ലക്ഷണാവ്യാപാരം ഉപയോഗിക്കുന്നതിൻ്റെ ലാക്ക്, പ്രയോജനം, അതുകൊണ്ട് കിട്ടുന്ന ഒരു നേട്ടം അതുണ്ടാവും. അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാവണം. ഏതൊക്കെയാണ്? ഇതാ നോക്കൂ: മുഖ്യാർത്ഥ ബാധ, നിമിത്തം, പ്രയോജനം. ഇവിടെ നിമിത്തം എന്ന് പറഞ്ഞത് സംബന്ധത്തിന് പകരം നിമിത്തം എന്നൊരു പേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ മൂന്നെണ്ണം ഉണ്ടാവണം. ത്രയസദ്ഭാവ ഉപചാര ബീജം. ഉപചാരത്തിന്, ലക്ഷണയ്ക്ക് ബീജം എന്താണ്? ഇത് മൂന്നും ഉണ്ടാവണം. ഇതില് സംബന്ധം എന്നുള്ളത് പലതരത്തിലാവാം. ഇപ്പോൾ ഉദാഹരണത്തിന്
കയ്പ, കഴിച്ചോളൂ കഴിച്ചോളൂ, ഇരുമ്പ് സ്വത്താണ്, കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കയ്പ ഇരുമ്പ് സ്വത്താണോ? അല്ല. അപ്പൊ കയ്പ ഇരുമ്പ് സ്വത്ത് ഉണ്ടാക്കുന്നതാണ്, ഇരുമ്പ് സ്വത്ത് ഉള്ളടങ്ങിയതാണ് എന്നുള്ള അർത്ഥത്തിലാണ് കയ്പ അല്ല ഇരുമ്പ് സ്വത്ത് എന്ന് കയ്പയെ പറയുന്നത്, കയ്പയ്ക്ക. അപ്പോ ഇവിടെ എന്താ സംബന്ധം എന്ന് ചോദിച്ചാൽ കയ്പയ്ക്ക വാച്യാർത്ഥം, ഇരുമ്പ് സ്വത്ത് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് ലക്ഷ്യാർത്ഥം. ഇത് രണ്ടും തമ്മിൽ എന്താ സംബന്ധം ചോദിച്ചാൽ കാര്യകാരണ സംബന്ധം. ഇത് കഴിച്ചാൽ അയൺ കണ്ടന്റ് ഉണ്ടാവും, ധാരാളമാവും. അപ്പൊ ഇതുപോലെ സംബന്ധം, മുഖ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തമ്മിലുള്ള സംബന്ധം പലതരത്തിലാവാം. അതിൽ 5 തരം സംബന്ധങ്ങൾ പറയുന്ന ഒരു പദ്യം ഇവിടെ ലോചനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മളത് കാണുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ്? അഭിധേയേന, അഭിധേയേന അഭിധേയവുമായിട്ട്. അഭിധേയം എന്ന് വെച്ചാൽ മുഖ്യാർത്ഥം, വാക്കിന്റെ നേരിട്ട് കിട്ടുന്ന അർത്ഥം, അഭിധ കൊണ്ട് കിട്ടുന്ന അർത്ഥമാണ് അഭിധേയം. ഇപ്പൊ വാച്യാർത്ഥാണ്. മുഖ്യാർത്ഥവുമായിട്ട് ഉള്ള സംബന്ധം പലതരത്തിലാവാം. ഒരു 5 എണ്ണം ഇവിടെ പറയാണ്, 5 സംബന്ധങ്ങൾ. അതുകൊണ്ട് 5 തരം ലക്ഷണം ഉണ്ടാവും. ലക്ഷണ പഞ്ചധ മത, 5 തരം ലക്ഷണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഏതൊക്കെ, എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ സാമീപ്യം എന്നൊരു സംബന്ധം. സാമീപ്യം അടുത്തുണ്ടാവുക എന്നുള്ളതാണ്. മുഖ്യാർത്ഥമായിട്ട് അടുത്തുണ്ടാവുന്ന വസ്തു അത് ലക്ഷ്യാർത്ഥമായിരിക്കും. അപ്പൊ അവിടെ എന്താ സംബന്ധം? മുഖ്യാർത്ഥം അഭിധേയവും ലക്ഷ്യവും തമ്മിൽ ചോദിച്ചു കഴിഞ്ഞാൽ സാമീപ്യം സംബന്ധം. എന്താ ഉദാഹരണം? ഗംഗായാം ഘോഷ എന്നുള്ളത് തന്നെ. ഗംഗാ അഭിധേയമായ അർത്ഥം, മുഖ്യമായ അർത്ഥം. ലക്ഷ്യമായ അർത്ഥം ഗംഗാ തീരം. രണ്ടും തമ്മിലുള്ള സംബന്ധം എന്താണ്? സാമീപ്യം. അതുപോലെ വേറൊരു സംബന്ധമാണ് സാരൂപ്യം. അഭിധേയേന സാരൂപ്യാത് ലക്ഷണ. സാരൂപ്യം ഒരേ രൂപമുണ്ടാവുക, ഒരേ രൂപമുണ്ടാവുക. അതിനെന്താ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ദ്വിരേഫ എന്നൊരു പദം. ദ്വിരേഫ, അവിടെ എന്താ അർത്ഥം? വണ്ട് എന്നാണ് അർത്ഥം. എങ്ങനെയാ ദ്വിരേഫ എന്നുള്ളതിന് വണ്ട് എന്നുള്ള അർത്ഥം കിട്ടിയത്? ദ്വിരേഫ ശബ്ദം അതിന്റെ വാച്യമായ അർത്ഥം, മുഖ്യമായ അർത്ഥം, അഭിധേയാർത്ഥം എന്താണ്? 2 രേഫങ്ങൾ ഉള്ളത്. രേഫം എന്ന് വെച്ചാൽ രാ എന്ന വർണ്ണം, അക്ഷരം. അപ്പൊ ദ്വിരേഫ എന്ന് വെച്ചാൽ 2 രാ എന്നുള്ള അക്ഷരം 2 തവണ ഉള്ളതെല്ലാം, ആ വാക്കുകളെല്ലാം ദ്വിരേഫമാണ്. സുന്ദരേശ്വരൻ, രവീന്ദ്രൻ, മുരളീധരൻ, ഇതെല്ലാം എന്താണ്? ദ്വിരേഫങ്ങളാണ്. അപ്പോ ദ്വിരേഫം മൂളുന്നു എന്നൊരാൾ പറയാമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ സുന്ദരേശ്വരൻ മൂളുന്നു എന്നാണോ, രവീന്ദ്രൻ മൂളുന്നു എന്നാണോ, മുരളീധരൻ മൂളുന്നു എന്നാണോ, ആരാ മൂളുന്നു എന്ന് ചോദിച്ചാൽ അയാൾ ഉദ്ദേശിച്ചതൊന്നുമല്ല, പിന്നെയാണ് വണ്ട് മൂളുന്നു എന്നാണ്. അപ്പൊ എങ്ങനെയാ വണ്ട് എന്നുള്ള അർത്ഥം കിട്ടിയത്? സുന്ദരേശ്വരൻ മൂളുന്നു, ഇങ്ങനെ മൂളൽ ശരിയാവില്ല, ഇതിലൊന്നും ശരിയാവില്ല. അപ്പൊ വണ്ടാണ് മൂളുന്നത്. അപ്പൊ ഈ അർത്ഥം, വണ്ട് എന്നുള്ള അർത്ഥം എങ്ങനെയാ കിട്ടിയത്? വാസ്തവത്തിൽ അതിന്റെ അർത്ഥം 2 രാ എന്നുള്ള അക്ഷരം 2 തവണ ഉള്ളത്, 2 എണ്ണം ഉള്ളത് എന്നാണല്ലോ. എങ്ങനെ കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിനെ കുറിക്കാൻ വേറൊരു വാക്കുണ്ട്, ഭ്രമരഹ. ഈ വാക്കില് 2 രകാരമുണ്ട് അല്ലെങ്കിൽ രേഫമുണ്ട്. അതുകൊണ്ട് ഭ്രമരഹ എന്നുള്ള വാക്കാണ്. ദ്വിരേഫ ശബ്ദം കൊണ്ട് ഭ്രമരഹ എന്നുള്ള വാക്കും എടുക്കാം. ആ ഭ്രമര ശബ്ദം കുറിക്കുന്നത് എന്തിനെയാണ്? വണ്ടിനെയാണ്. അപ്പൊ ദ്വിരേഫ എന്നുള്ള പദം, അതാണ് അല്ല ഭ്രമരഹ എന്നുള്ള പദമാണ് വാച്യാർത്ഥം. ദ്വിരേഫ അതിന്റെ വാച്യാർത്ഥം എന്താണ്? ഭ്രമരഹ എന്നുള്ള പദം. ഉദ്ദേശം എന്താണ്? ഭ്രമരഹ എന്നുള്ള വാക്കുകൊണ്ട് കിട്ടുന്ന അർത്ഥമായിരിക്കുന്ന വണ്ട്. അപ്പൊ ലക്ഷ്യാർത്ഥം വണ്ട്, വാച്യാർത്ഥം 2 വർണ്ണം, 2 രേഖമുള്ള പദം. ഇവിടെ അത് ഭ്രമരപദമാണ് എടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ പദങ്ങളെ ഒഴിവാക്കി ഭ്രമരപദത്തെ എടുത്തിരിക്കുന്നു. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഭ്രമരഹ എന്നുള്ള വാക്കിന്റെ മുഖ്യാർത്ഥം അല്ലെങ്കിൽ അഭിധേയമായ അർത്ഥം 2 എണ്ണമുള്ളത് ആണ്. ലക്ഷ്യാർത്ഥം എന്താണ്? ഇവിടെ ഉദ്ദേശാർത്ഥം വണ്ട്.
ഇവ തമ്മിലുള്ള സംബന്ധം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സാരൂപ്യ സംബന്ധമാണ്. ഭ്രമര എന്നുള്ള വാക്ക് വാച്യാർത്ഥമായിട്ട് എടുക്കുകയാണെങ്കിൽ അതും ഈ ഭ്രമര എന്നുള്ള വാക്കും വണ്ടും തമ്മിൽ വാച്യവാചക സംബന്ധമുണ്ട്. ഇതിനെയാണ് ഇവിടെ സാരൂപ്യം എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സമവായ സംബന്ധം. സമവായത, അതായത് മുഖ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തമ്മിലുള്ള സംബന്ധം എന്താണ്? സമവായം. ഇവിടെ സമവായം എന്ന് പറയുന്നത് നൈയായികൻ പറയുന്ന സമവായമല്ല. അവിടെ സമവായം എന്ന് പറഞ്ഞാൽ നിത്യസംബന്ധമാണ്. ഒരു വസ്തുവും വേറൊരു വസ്തുവും തമ്മിലുള്ള നിത്യസംബന്ധത്തെയാണ് സമവായം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വസ്തുവും അതിൻ്റെ കളറും തമ്മിലുള്ള സംബന്ധം അത് നിത്യസംബന്ധമാണ്. ഒരു വ്യക്തിയും അയാളിലുള്ള ഗുണവും തമ്മിലുള്ള സംബന്ധം നിത്യസംബന്ധമാണ്. വ്യക്തി ഉള്ളപ്പോൾ തന്നെ, ജനിച്ചപ്പോൾ തന്നെ ആ ഗുണം ഉണ്ടായിട്ടുണ്ട്, മരിക്കുന്നത് വരെ ഉണ്ടാവും. അത് നിത്യസംബന്ധമാണ്. അങ്ങനെയാണ് സമവായം എന്ന് താർക്കികന്മാർ പറയുന്നത്. ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് സമവായം എന്ന് പറഞ്ഞാൽ കൂട്ടം, കൂട്ടത്തിൽപ്പെടുക എന്നാണ് അർത്ഥം. അതെവിടെയാ അങ്ങനെ ഒരു ലക്ഷണം? സമവായം എന്നുള്ള സംബന്ധങ്ങൾക്കുള്ള ലക്ഷണം ചോദിച്ചാൽ, കുറെ ആളുകൾ പോകുന്നുണ്ട്, അതിൽ ഒട്ടുമിക്ക പേരുടെ കയ്യിലും കുടയുണ്ട്, കുട ചൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഇല്ല. ഇവരെ എല്ലാവരെയും ഒന്നിച്ച് നമ്മൾ പറയാണ്, ഇതാ കുട ചൂടിയവർ പോകുന്നു എന്ന് പറയാണ്. അപ്പൊ കുട ചൂടിയവർ എന്ന് പറയുന്ന സംബന്ധം കുട ചൂടാത്ത ആളിലും ഉണ്ട്, കാരണം ആ കൂട്ടത്തിൽ പെട്ടതുകൊണ്ട്. അപ്പൊ കുട ചൂടാത്ത ആളിനെ നമ്മൾ കുട ചൂടിയവൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ശരിക്കും മുഖ്യാർത്ഥം പങ്കുണ്ട്. കുട ചൂടാത്ത ഒരാളെയും നമ്മൾ ഛത്രി എന്ന് പറയാണ്. ഛത്രി എന്ന് വെച്ചാൽ കുട ചൂടിയവൻ, ഛത്രമുള്ളവൻ. ബാക്കി എല്ലാവരിലും ഉണ്ട്, ഒരു 85 പേരിൽ കുട കയ്യിലുണ്ട്, അപ്പൊ ഛത്രി എന്ന് വിളിക്കാം, വാച്യാർത്ഥം ശരിയാവും. കുട ഇല്ലാത്ത ആളും കൂട്ടത്തിൽ പോകുന്നുണ്ട്, അയാളെയും നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഛത്രി, കുട ചൂടിയവൻ എന്നാ വിളിക്കുന്നത്. അപ്പൊ കുട ചൂടാത്ത ആളെ കുട ചൂടിയവൻ എങ്ങനെയാ വിളിക്കുക? അപ്പൊ മുഖ്യാർത്ഥ ഭംഗമുണ്ട്, മുഖ്യാർത്ഥ ബാധമുണ്ട്. അപ്പൊ എങ്ങനെയാ അത് ശരിയാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംബന്ധമുണ്ട്, ആ കൂട്ടത്തിൽ പെട്ടതുകൊണ്ട്, സമവായത്തിൽ പെട്ടതുകൊണ്ട്. അപ്പൊ ഛത്രിണഹ യാന്തി, കുട ചൂടിയവർ പോകുന്നു എന്ന് പറയുമ്പോൾ കുട ചൂടാത്ത ആളുകളോ ഉണ്ട്. ആ കുട ചൂടാത്ത ആളുകളിൽ എങ്ങനെയാണ് ഈ പ്രയോഗം ശരിയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമവായ സംബന്ധം കൊണ്ട് ഛത്രി അല്ലാത്തവനും ഛത്രി ആയവനും, അതായത് കുട ചൂടാത്തവനും കുട ചൂടിയവനും തമ്മിൽ എന്തുണ്ട്? ഒരു സംബന്ധമുണ്ട്, ഒരേ ഗ്രൂപ്പിൽ പെട്ടത് എന്നുള്ള സംബന്ധം. ആ സംബന്ധം വെച്ചുകൊണ്ട് ഛത്രി അല്ലാത്ത ആളിലും ഛത്രി എന്ന പ്രയോഗം ലക്ഷണം. അപ്പം പോകുന്നു. നാലാമത്തെ സംബന്ധം വൈപരീത്യം, വിപരീത ലക്ഷണം. ഇപ്പോ രണ്ടുപേർ തമ്മിൽ ഒരുപാട് ശത്രുതയുണ്ട്, രണ്ടുപേർ പരസ്പരം ദ്രോഹിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യും. എന്നിട്ട് ഒരാൾ മറ്റൊരാളെ കുറിച്ച് പബ്ലിക്കിൽ പറയാണ്, ഇവൻ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യാറുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഉപകാരമല്ല ചെയ്തിട്ടുള്ളത്, ഉപദ്രവമാണ്, അപകാരമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇയാൾ പറയാണ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിയാവില്ല, ഇയാൾ അപകാരിയാണ്. അപകാരിയിൽ ഉപകാരി എന്ന് പ്രയോഗിച്ചാൽ എങ്ങനെയാ ശരിയാവുക? അപ്പൊ നേരെ വിപരീതമായ അർത്ഥം എടുക്കണം. അതെങ്ങനെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യാർത്ഥത്തിനും ഉപകാരം ചെയ്യുന്നവൻ എന്ന മുഖ്യാർത്ഥത്തിനും അപകാരം ചെയ്യുന്നവൻ എന്ന ലക്ഷ്യാർത്ഥത്തിനും തമ്മിൽ സംബന്ധം എന്താണ്? വൈപരീത്യം എന്ന സംബന്ധം, വിപരീത സംബന്ധം, വൈപരീത്യം. അങ്ങനെയാണല്ലോ. അപ്പോ ഒരാൾ പറയാണ്, നോക്കൂ കുളത്തിൽ എത്ര വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു, കുളം ഫുള്ള് വെള്ളമാണ്, നിറഞ്ഞിരിക്കുന്നു കുളത്തിൽ വെള്ളം. നോക്കൂ ചെറിയ കുട്ടികളൊക്കെ ഉരുണ്ടിട്ടാണ് കുളിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചെറിയ കുട്ടികൾക്ക് പോലും മുങ്ങി കുളിക്കാൻ അത്ര വെള്ളമില്ല, കിടന്ന് ഉരുണ്ടാലേ മുഴുവൻ ദേഹം നനയുള്ളൂ, അത്രേ വെള്ളമുള്ളൂ. അപ്പൊ പിന്നെ പൂർണ്ണം ശരഹ, കുളത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞതോ അത് നേരെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്, വിപരീതമായ അർത്ഥം കിട്ടാൻ. അപ്പൊ അവിടെ വൈപരീത്യ സംബന്ധമാണ്.
അഹോ പൂർണ്ണം സരഹ യത്ര ലുഠന്തഃ സ്നാന്തി മാനവാഹ. വൈപരീത്യ സംബന്ധമാണ്. മുഖ്യാർത്ഥത്തിനും ലക്ഷ്യാർത്ഥത്തിനും തമ്മിൽ വൈപരീത്യം എന്ന സംബന്ധമാണ് ഉള്ളത്. അപ്പൊ വൈപരീത്യം കൊണ്ടുള്ള ലക്ഷണ, ഹൃദയത്തിന് സാമീപ്യം കൊണ്ടുള്ള ലക്ഷണ, സാരൂപ്യം കൊണ്ടുള്ള ലക്ഷണ, സമവായം കൊണ്ടുള്ള ലക്ഷണ, വൈപരീത്യം കൊണ്ടുള്ള ലക്ഷണം 4 അഞ്ചാമത്തേത് ക്രിയായോഗ. ക്രിയായോഗം എന്നൊരു സംബന്ധം. ക്രിയായോഗം എന്ന് വെച്ചാലോ കാര്യകാരണ സംബന്ധം. കാര്യകാരണ സംബന്ധം. ഒരാളുടെ ജോലി കളയാൻ കാരണമായി, എന്തോ പാര വെച്ച് ഒരു കള്ളക്കേസിൽ കൊടുക്കി ജോലി പോയി. അപ്പോൾ ഇയാൾ പറയാണ്, എൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടു, എൻ്റെ കഞ്ഞി കട്ടവനാണവൻ, എൻ്റെ പ്രാണങ്ങൾ അപഹരിച്ചവനാണവൻ എന്നൊക്കെ പറയുമ്പോൾ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ കഞ്ഞിക്ക് കാരണമായ ജോലി അപഹരിച്ചു, എൻ്റെ പ്രാണനെ അപഹരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാണൻ നിൽക്കണമെങ്കിൽ ജോലി അന്നം വേണം, അന്നം വേണമെങ്കിൽ ജോലി വേണം, എൻ്റെ ജോലി ഇല്ലാതാക്കി. അപ്പൊ അന്നത്തെ അപഹരിക്കുന്നവനെ പ്രാണാപഹാരി എന്ന് വിളിക്കുകയാണ്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തമ്മിൽ എന്ത് സംബന്ധമാണുള്ളത്? കാര്യകാരണ സംബന്ധം. ഈ കാര്യകാരണ സംബന്ധത്തെയാണ് ക്രിയായോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ പല തരത്തില് ലക്ഷണം ഉണ്ടാവാം. പക്ഷെ എല്ലാ ലക്ഷണങ്ങളിലും എന്ത് വേണം? 3 ഉപചാരത്തിന് ബീജമായിട്ട് 3 കാരണങ്ങൾ വേണം. എന്തൊക്കെയാണ്? മുഖ്യസ്യ ചാർത്ഥസ്യ ഭംഗഃ, പിന്നെ മുഖ്യാർത്ഥ നിമിത്തം പ്രയോജനം അല്ലെങ്കിൽ സംബന്ധ പ്രയോജനം വേണമല്ലോ. ഈ 3 അർത്ഥത്തിലും എങ്ങനെയാണ് ഭക്തി എന്നുള്ള ശബ്ദം കൊണ്ട് ഈ 3 കിട്ടുന്നത് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നോക്കൂ, ഇവിടെ തന്നെ ഉണ്ടത്. ഭക്തി പ്രതിപാദ്യേ സാമീപ്യ തൈക്ഷ്ണ്യാദോ ശ്രദ്ധാതിശയ. ഭക്തി എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം എന്താണ്? ലക്ഷണം എന്നാണല്ലോ. അത് എങ്ങനെ കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി എന്നുള്ള വാക്കിന് നമ്മൾ വേറെ അർത്ഥം കേട്ടിട്ടുണ്ട്. വിഷ്ണുവിൽ ഭക്തനാണ്, വിഷ്ണുവിൽ ഭക്തിയുണ്ട്, ശിവനിൽ ഭക്തിയുണ്ട് എന്നൊക്കെ പറയും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? വലിയൊരു ആദരം, വലിയൊരു ബഹുമാനം, വലിയൊരു ഇഷ്ടം, അതിശയിതമായ ശ്രദ്ധ, ബാക്കി ദൈവങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ അപ്പൊ ഭക്തി എന്ന് പറയും. വിഷ്ണു ഭക്തനാണ് ഇയാൾ എന്ന് പറയുമ്പോൾ ബാക്കി ദൈവങ്ങളെക്കാളും കൂടുതൽ ആദരവും സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ വിഷ്ണുവിനോടാണ്. അപ്പൊ ഇതുപോലെ ഈ ലക്ഷണം പ്രയോഗിക്കുന്ന ആൾക്ക് ലക്ഷ്യാർത്ഥത്തിലല്ല, പിന്നെയോ വേറൊരർത്ഥത്തിലാണ് കൂടുതൽ ശ്രദ്ധാതിശയം ഉണ്ടാവുക. എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗായാം ഘോഷ എന്ന് പറയുന്നിടത്ത് ശൈത്യം പാവനത്വം ഇത് പറയുന്നതിലാണ് അയാൾക്ക് കൂടുതൽ ശ്രദ്ധ, അല്ലാതെ ഗംഗാതീരം എന്നുള്ള അർത്ഥം പറയുന്നതിലല്ല. അപ്പൊ പ്രതിപാദ്യമായിരിക്കുന്ന പ്രയോജനത്തില് അയാൾക്ക് ശ്രദ്ധാതിശയം ഉള്ളത് കൊണ്ട് ആ ശ്രദ്ധാതിശയത്തിൽ നിന്നുമാണ് ലക്ഷണം ഉണ്ടായത്. അതുകൊണ്ട് ഭക്തിയിൽ നിന്നും ഉണ്ടായ വൃത്തി വ്യാപാരം എന്നുള്ളതുകൊണ്ട് വ്യാപാരത്തിന് ഭക്തി എന്ന് പേര്. വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ശബ്ദവ്യാപാരം, ശബ്ദത്തിൽ നിന്ന് അർത്ഥം കിട്ടുന്ന ഒരു പ്രക്രിയ ആണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധാതിശയ. അതിൽ നിന്നും ഉണ്ടായ പ്രയോഗമാണ് ഭക്തി എന്നുള്ള ലക്ഷണപ്രയോഗം. അതിൽ നിന്നും കിട്ടുന്ന അർത്ഥമാണ് ഭാക്ത എന്നുള്ള അർത്ഥം. തതഃ ആഗതഃ ഭാക്ത. ഇനി അതുപോലെ ഭക്തി എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരർത്ഥം കിട്ടും. ഭക്തി എന്ന് വെച്ചാൽ ഭംഗഃ. ഭക്തി ഭംഗഃ എന്നൊരർത്ഥം. ഭംഗഃ എന്ന് വെച്ചാൽ നാശം, അല്ലെങ്കിൽ അതെ ചേരാതെ വരിക, പൊരുത്തക്കേട്, പൊരുത്തമില്ലായ്മ. മുഖ്യാർത്ഥത്തിന് ഇടിവ്, മുഖ്യാർത്ഥത്തിന് ക്ഷീണം എന്നുള്ള അർത്ഥത്തിൽ. ഭംഗഃ എന്നുള്ളത് നാശം എന്നാണ്. നാശത്തിലേക്ക് പോകുന്ന തളർച്ച, ഇടിവ്, മങ്ങൽ എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ നമുക്ക് ഭക്തി എന്നുള്ള ശബ്ദത്തെ വാക്കിനെ കൊണ്ടുപോകാം. അപ്പൊ മുഖ്യാർത്ഥസ്യ ഭംഗഃ, ഭക്തി എന്നുള്ളതിന് എന്താർത്ഥം? ഭംഗഃ എന്നർത്ഥം. ഭംഗഃ എന്ന് പറഞ്ഞാൽ ക്ഷീണം, നാശം. മുഖ്യാർത്ഥം ഇവിടെ ഒതുങ്ങിപ്പോയിരിക്കുകയാണല്ലോ.
എന്നിട്ടാണല്ലോ ലക്ഷ്യാർത്ഥം കിട്ടുന്നത്. മുഖ്യാർത്ഥം ചേരാതെ വരികയാണല്ലോ. അപ്പൊ മുഖ്യാർത്ഥ ബാധ എന്നുള്ള അർത്ഥത്തിലും ഭക്തി എന്നുള്ള ശബ്ദം പ്രയോഗിക്കാം. അപ്പൊ ഭക്തി ശബ്ദത്തിൽ നിന്ന് നമുക്ക് മുഖ്യാർത്ഥ ബാധം എന്ന് കിട്ടും. അതുപോലെ അല്ല, അതെ, മുഖ്യാർത്ഥ ബാധം എന്ന് കിട്ടും. അതുപോലെ പ്രയോജനം എന്നും കിട്ടും. അതുപോലെ ഇനി എന്താ ഉള്ളത്? മുഖ്യാർത്ഥ ബാധം സംബന്ധം വേണ്ടേ? അതെന്താ അർത്ഥം? അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ എന്നർത്ഥം. ഭക്തി ശബ്ദത്തിന് എന്താർത്ഥം? ഭാഗ. നോക്കൂ, അവിടെ നോക്കൂ. ഗുണ സമുദായ വൃത്തേഹേ ശബ്ദസ്യ അർത്ഥഭാഗ. ഭാഗ. ഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലക്ഷണം പറയാം. നമ്മളിപ്പോ പറഞ്ഞത് തന്നെ, ഈ വിദ്യാർത്ഥി സിംഹമാണ് കേട്ടോ, ഇവൻ പുലിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ്, പുലിയുള്ള എന്ത് കാര്യത്തെയാണ് ഇവനിലേക്ക് അന്വയിക്കുന്നത്? പുലിയെ പോലെ ശൂരനാണ്, അപമാനം സഹിക്കില്ല, പെട്ടെന്ന് ആക്ട് ചെയ്യും, റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ പുലിയിലും ഇവനിലും വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ധർമ്മങ്ങളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഇവൻ രണ്ടു കാലിൽ നടക്കുന്നവനാണ്, മനുഷ്യനാണ്, വസ്തുവാണ്, ജീവിയാണ്, കുള്ളനാണ്, കറുത്തവനാണ് തുടങ്ങിയിട്ട് ഈ മനുഷ്യനിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? അതിൽ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഇതുപോലെ പുലിയിലും ഉണ്ട്. പുലി ഒരു വസ്തുവാണ്, ഒരു മൃഗമാണ്, നാലുകാലിൽ നടക്കുന്നതാണ്, അങ്ങനെ 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 പുലി എന്നാണ് പേര്. അങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ. ഇതില് നമ്മൾ എല്ലാ ധർമ്മങ്ങളും എടുക്കാതെ ചില ധർമ്മങ്ങളെ മാത്രം, രണ്ടുപേരിലും ഒരേപോലെയുള്ള ധർമ്മങ്ങളെ സ്വീകരിക്കുന്നു. അപ്പൊ ഭാഗ എന്നൊരർത്ഥം. ഭാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണസമുദായത്തിൽ നിന്നും ചിലതിനെ മാത്രം എടുത്തുകൊണ്ട്, അതാണ് ഇവര് തമ്മിലുള്ള സംബന്ധം. എന്താണ് സംബന്ധം? പുലിക്കും ഇവനും തമ്മിലുള്ള സംബന്ധം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പുലിയും ശൂരനാണ്, ഇവനും ശൂരനാണ്. പുലി മറ്റൊരാളുടെ കീഴ്പ്പെടുത്തൽ സഹിക്കുന്നില്ല, ഇവനും മറ്റൊരാളുടെ കീഴ്പ്പെടുത്തൽ സഹിക്കുന്നില്ല. എല്ലാവരെയും ജയിക്കണം, എല്ലാവരെയും അടിച്ച് വിജയിക്കണം. ഇവനും പുലിക്കും അങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള സാദൃശ്യം. എന്താണ് ഇവര് എന്താണ് മുഖ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തമ്മിലുള്ള സംബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ഉണ്ട്. എങ്ങനെയാ ഒരുപോലെ ആയത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ ഈ സാദൃശ്യം വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗത്തിൽ നിന്നാണ് വന്നത്. ഭാഗം എന്ന് വെച്ചാൽ ഗുണങ്ങൾ ധാരാളമുള്ളതില് ഒരു ഭാഗത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ ലക്ഷണ പ്രയോഗിക്കുന്നത്. അപ്പൊ ഭക്തി ശബ്ദത്തിന് ഭാഗം എന്തിന്റെ ഭാഗമാണ്? അർത്ഥഭാഗ, ഗുണഭാഗ. ഗുണസമുദായങ്ങളുടെ ഒരു ചെറിയ അംശം എന്നർത്ഥം. ഗുണസമുദായത്തില് ഒരു അംശത്തെ എടുത്തുകൊണ്ട് സാദൃശ്യം പറഞ്ഞിട്ട് ഈ സാദൃശ്യമാണ് മുഖ്യാർത്ഥം ലക്ഷ്യാർത്ഥം തമ്മിലുള്ള സംബന്ധം. അപ്പോൾ മൂന്നർത്ഥത്തിലും ഭക്തിശബ്ദം ഇവിടെ അർത്ഥമാക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നർത്ഥത്തിലും ഭക്തിശബ്ദം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ്. ആര്? ലോചനത്തിലാണ് നമ്മളിപ്പോൾ കണ്ട സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെന്താണ്? ഭാക്തവാദം പറയുമ്പോൾ ഭക്തിയിൽ നിന്ന് കിട്ടുന്ന അർത്ഥമാണ് ഭാക്ത എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ലക്ഷണയാണ്. ഭക്തി ശബ്ദത്തെ ലക്ഷണ എന്ന് എങ്ങനെ ലോചനകാരൻ വ്യാഖ്യാനിച്ചു എന്ന് നോക്കുമ്പോൾ മൂന്നർത്ഥത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതൊക്കെ അർത്ഥത്തിലാണ്? മുഖ്യാർത്ഥ ബാധം എന്നുള്ള അർത്ഥത്തിൽ ഭംഗ, ഭക്തി ശബ്ദത്തിന്റെ അർത്ഥം ഭംഗ. പിന്നെ മുഖ്യാർത്ഥ ലക്ഷ്യാർത്ഥ സംബന്ധം എന്നുള്ള അർത്ഥത്തിലും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭക്തി എന്ന് വെച്ചാൽ ഭാഗ അർത്ഥം പറഞ്ഞു. ഭാഗ എന്ന് പറഞ്ഞാലോ അംശം, ധാരാളം ഉള്ളതിൽ ചിലത് മാത്രം. ഒരുപാട് ഗുണങ്ങൾ പുലിയിലും ഉണ്ട്, ഇവനിലും ഉണ്ട്. അതിൽ ചിലത് മാത്രം എടുത്തിട്ട് ഇവർ തമ്മിൽ സാദൃശ്യം എന്നുള്ള സംബന്ധം കരുതി. അപ്പൊ ഭാഗ എന്നുള്ള അർത്ഥം, അതിൽ നിന്ന് സാദൃശ്യം എന്നുള്ള സംബന്ധം കിട്ടുന്നു. സാദൃശ്യ സംബന്ധം കൊണ്ടുള്ള ലക്ഷണയെ ആണ് ഗൗണി എന്ന് പറയാം. അതിന് വേറൊരു പേരുണ്ട്. സാദൃശ്യ സംബന്ധം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ലക്ഷണയെ എന്താ പേര് പറയാ? ഗൗണി. ഗൗണി ലക്ഷണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അഭിധേയേന സാമീപ്യാത് സാരൂപ്യാത് സമവായത എന്നൊക്കെ ഒരു പദ്യം പറഞ്ഞില്ലേ? 5 തരം സംബന്ധങ്ങൾ കൊണ്ട് 5 ലക്ഷണം എന്നൊക്കെ. അതിന് വേറെയും പാഠമുണ്ട്, 2 തരം പാഠമുണ്ട്. ഒരു പാഠമാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം ആലോചനത്തിൽ നിന്നാണ് പറഞ്ഞത്. വേറെ തരത്തിലും ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഈ അഭിധേയേന സാദൃശ്യാ സാരൂപ്യാത് സമവായത എന്നൊരു വേറൊരു പാഠമുണ്ട്. അത് നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തെ വിട്ടുപോകാതിരിക്കാൻ ഒന്നുകൂടി പറയാണ്.
സാദൃശ്യം കൊണ്ടുള്ള ലക്ഷണയെ എന്താ പറയുന്നത്? ഗൗണീവൃത്തി. ഇപ്പൊ സിംഹോ മാണവക, അഗ്നിഹി മാണവക, ഇവൻ പുലിയാണ്, ഇവൻ തീയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ സാദൃശ്യമാണ് ലക്ഷണയ്ക്ക് കാരണം. സാദൃശ്യ സംബന്ധമാണ് ലക്ഷണയ്ക്ക് കാരണം. അങ്ങനെയുള്ളതിനെ എന്താ പറയാ? ഗൗണീവൃത്തി എന്ന് പറയും. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓർമ്മ വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുക മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഭക്തി എന്ന് വെച്ചാൽ ലക്ഷണം എന്ന് എങ്ങനെ അർത്ഥം കിട്ടി ചോദിച്ചാൽ 3 തരത്തിലും അർത്ഥം പറയുന്നുണ്ട്. ഭക്തിക്ക് ലക്ഷണയ്ക്ക് കാരണമായിട്ടുള്ള സംബന്ധം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ലക്ഷണ പ്രയോഗത്തിന് കാരണമായിട്ടുള്ള പ്രയോജനം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. പ്രയോജനത്തിലുള്ള ശ്രദ്ധാതിശയം ഭക്തി. പിന്നെ അതുപോലെ മുഖ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, മുഖ്യാർത്ഥത്തിന്റെ ഭംഗം എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞു. കൂടാതെ ലക്ഷണ പലതരത്തിലുണ്ടാവാം. സംബന്ധത്തെ ആശ്രയിച്ച് 5 ഒരു പദ്യമാക്കിയിട്ട് ഇവിടെ ലോചനകാരൻ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി ഭാക്തമാഹുസ്തമന്യേ എന്നുള്ള ആ പദ്യഭാഗം, അതിന് വൃത്തിയിൽ ആനന്ദവർദ്ധൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ആ വാക്യം പദ്യം വായിച്ചു നോക്കാം. യദ്യപിച്ച ധ്വനിശബ്ദസങ്കീർത്തനേന കാവ്യലക്ഷണ വിധായിഭി ഗുണവൃത്തി അന്യോവാ നകശ്ചിത് പ്രകാരഃ പ്രകാശിതഃ. ധ്വനി എന്നുള്ള ശബ്ദം മുമ്പുള്ള ആചാര്യന്മാര്, കാവ്യലക്ഷണ വിധായികൾ എന്ന് വെച്ചാൽ ആചാര്യന്മാര്, ധ്വനി എന്നുള്ള ശബ്ദം കൊണ്ട് ഗുണവൃത്തിയെയോ ഗുണവൃത്തി എന്ന് വെച്ചാൽ ലക്ഷണയെയോ എന്തിനെങ്കിലും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ധ്വനി എന്നുള്ള ശബ്ദമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ ഭാക്തമാഹസ്തമന്യം നിങ്ങൾ പറഞ്ഞത് ചോദിച്ചാൽ തഥാപി അമുഖ്യവൃത്യാ കാവ്യേഷു വ്യവഹാരം ദർശയത. ലക്ഷണയെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആര്? പൂർവാചാര്യന്മാർ. അത് ഭാമഹൻ, ദണ്ഡി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ഭടൻ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷണം എന്ന് വെച്ചാൽ ലക്ഷ്യാർത്ഥം വെച്ചുകൊണ്ടുള്ള കാവ്യത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധ്വനി എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ധ്വനി മാർഗ, ധ്വനിയുടെ വഴി, മനാക് സ്പൃഷ്ട, മനാക് തെല്ല്, സ്പൃഷ്ട തൊട്ടുപോയിട്ടുണ്ട് അവര്. എന്നാ ലക്ഷിത, വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്ത് ഇന്നതാണ് ധ്വനി എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവര് അമുഖ്യ വൃത്തി കൊണ്ട് എന്ന് വെച്ചാൽ ലക്ഷണ പറയുമ്പോൾ അല്ലെങ്കിൽ അഭിധയല്ലാത്ത ചൊല്ലുകൾ, നേരിട്ട് അർത്ഥം പറയാത്ത ചില അംശങ്ങൾ കാവ്യത്തിലുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ധ്വനി മാർഗത്തെ, ധ്വനിയുടെ വഴി അവര് പറഞ്ഞു പോയിട്ടുണ്ട്, തൊട്ടുപോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഭക്തമാഹു എന്ന് പറഞ്ഞത്. ചിലതൊക്കെ ആലോചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എവിടേക്കാണ് ആരൊക്കെ പറഞ്ഞിരിക്കുന്നു 1-2 ഉദാഹരണങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോചനത്തിൽ ഇത്രയും പറയുന്നുണ്ട്. ഇത് മാത്രം ഞാൻ പറയാം. സാദൃശ്യാൽ ലക്ഷണ വക്രോക്തി. വാമനൻ വക്രോക്തി എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? സാദൃശ്യമൂലകമായിട്ടുള്ള ലക്ഷണയാണ് വക്രോക്തി എന്ന് പറയുന്നത്. സാദൃശ്യാൽ ലക്ഷണ വക്രോക്തി. ഇപ്പൊ നമ്മൾ ഗൗണീവൃത്തി എന്ന് പറഞ്ഞില്ലേ, അതിന് വാമനൻ കാവ്യാലങ്കാര സൂത്രവൃത്തിയിൽ എന്താ പറയുന്നത്? വക്രോക്തി. അപ്പൊ ഇവിടെയൊക്കെ കാവ്യത്തിന്റെ അഴക് കൊടുക്കുന്ന അംശങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ലക്ഷണയെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ ലക്ഷണയുടെ വഴിയിലൂടെ പോകുമ്പോൾ അവിടെയൊക്കെ അറിയാതെ ധ്വനിയുടെ വഴിയിൽ തൊട്ടുപോയിട്ടുണ്ടെന്നാണ്. ഇവിടെയും ധ്വനിയുടെ അംശമുണ്ട്, പക്ഷെ ധ്വനി എന്ന് വാക്ക് പറഞ്ഞിട്ടില്ല. തൈസ്താവത്ത് ധ്വനിദിക് ഉന്നീത, ധ്വനിയുടെ വഴി. ഇവിടെ കുറച്ചുകൂടി പോയാൽ അവർ പറഞ്ഞു തരുന്ന ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ ധ്വനി എന്ന് പറയേണ്ടി വരുമായിരുന്നു. അവരത് പോയില്ല. പക്ഷെ അതിന് തുടക്കമിട്ട് ആ വഴിക്ക് കുറച്ച് ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാക്തമാഹു എന്ന് പറഞ്ഞത്. ഇനി ഭക്തവാദികൾ കഴിഞ്ഞാലോ അടുത്തത് അനിർവചനീയവാദികളാണല്ലോ. അവരെ കുറിച്ചാണ് പറയുന്നത്. കേച്ചിത് വാചാം സ്ഥിതം അവിഷയേ തത്വമോചസ്തദീയം അല്ലേ പറഞ്ഞത്. കേച്ചിത് തദീയം തത്വം ധ്വനേഹ തത്വം വാചാം അവിഷയേ സ്ഥിതം ആഹു. വാക്കുകൾക്ക് അപ്പുറത്താണ് ഉള്ളത് എന്ന് പറഞ്ഞില്ലേ. ആ കാര്യത്തെ ഇവിടെ ഒന്ന് വ്യാഖ്യാനിക്കണം. കേച്ചിത് പുനഃ, വേറെ ചിലര്. ആരാവര്? ലക്ഷണകരണ ശാലീന ബുദ്ധയ. ഇവർക്ക് കാര്യം അറിയാം, പക്ഷെ അതിനെ ലക്ഷണം ചെയ്യാനുള്ള ബുദ്ധിക്കുള്ള തൈക്ഷ്ണ്യം, ദാർഢ്യമൊന്നുമില്ല. അതുകൊണ്ട് ലോലമനസ്കരായത്, ലോലബുദ്ധികളായതുകൊണ്ട്, ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട്, ലക്ഷണം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവരെന്ത് പറഞ്ഞു? ധ്വനേഹേ തത്വം ഗിരാം അഗോചരം. ധ്വനിതത്വം, ധ്വനിയുടെ രഹസ്യം വാക്കുകൾക്ക് അപ്പുറത്താണ് എന്ന് പറഞ്ഞു. വാക്കുകൾക്ക് അപ്പുറത്താണെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും? ഉണ്ട് എങ്ങനെയാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
സഹൃദയ ഹൃദയ സംവേദ്യം. സഹൃദയന്മാര് ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് സമാഖ്യാതവന്ത എന്ന് പറഞ്ഞിരിക്കുന്നു. തേന തേന ബ്രൂമ സഹൃദയ മനഃപ്രീതയെ തത്സ്വരൂപം എന്നാണല്ലോ കാരികയിലെ അവസാനത്തെ പാദം. ആ തേന എന്നുള്ളതിന് അർത്ഥം പറയാണ്. തേന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഏവം വിധാസു വിമതിഷു സ്ഥിതാസു, ഇങ്ങനെ എതിരഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട്. വിമതി എന്ന് പറഞ്ഞാൽ എതിരഭിപ്രായം. നമ്മൾ വൈമത്യം എന്നൊക്കെ പറയാറുണ്ടല്ലോ. മതി എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്, വിമതി എന്ന് പറഞ്ഞാൽ നമ്മളോട് ചേരാത്ത അഭിപ്രായം, എതിരഭിപ്രായം. അപ്പൊ ധ്വനിക്ക് ഇങ്ങനെ 3 തരം എതിരഭിപ്രായങ്ങൾ നിൽക്കുന്നത് കൊണ്ട് സഹൃദയ മനഃപ്രീതയെ, സഹൃദയ മനഃപ്രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ അതിൻ്റെ സ്വരൂപം പറയാമെന്നാണ്. ഈ സഹൃദയ മനഃപ്രീതയെ എന്നുള്ളതിനെ വൃത്തിയിൽ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകൂടി നോക്കൂ. അത് പറയുമ്പോൾ 1-2 രസകരമായ കാര്യങ്ങൾ ഇവിടെ അഭിനവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കിപ്പോവാ. അപ്പൊ എന്താ പറഞ്ഞത്? തസ്യ ധ്വനേഹേ സ്വരൂപം ബ്രൂമഃ. അതാണല്ലോ അവസാനത്തെ വരിയിൽ പറഞ്ഞത്. എന്താണ്? തേന ബ്രൂമ സഹൃദയ മനഃപ്രീതയെ തത്സ്വരൂപം. തത്സ്വരൂപം എന്ന് പറഞ്ഞാൽ തസ്യ സ്വരൂപം, തസ്യ ഹി ധ്വനേഹേ സ്വരൂപം. ആ സ്വരൂപം എങ്ങനെയുള്ളതാണ്? കാരികയിലൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ഇതാ പറയാണ്. അഭാവവാദികൾക്കെല്ലാം മറുപടി, അഭാവവാദികൾക്കും ഭക്തവാദികൾക്കും ഒക്കെ മറുപടി ഇവിടെ തന്നെ സൂചിപ്പിച്ചു പോവാണ് വൃത്തികൃതകാരൻ. എന്താണ്? എങ്ങനെയുള്ളതാണ് ധ്വനിയുടെ സ്വരൂപം? സകല സത്കവി കാവ്യ ഉപനിഷദ്ഭൂതം. അഭാവവാദികള് 3ാമത്തെ കൂട്ടർ പറഞ്ഞല്ലോ. എന്താ അഭാവവാദികൾ 3 കൂട്ടർ എങ്ങനെയാ പറഞ്ഞത്? ഓർമ്മയുണ്ടാവും നമുക്ക്. ശബ്ദഹേതുക്കളായിട്ട് നമ്മളുടെ പൂർവാചാര്യന്മാരുടെ പട്ടികയിൽ പെടാത്തതില്ല എന്ന് പറഞ്ഞു. പട്ടികയിൽ പെടുന്നില്ലെങ്കിൽ ശോഭാഹേതുവേ ആവില്ല. ശബ്ദഹേതു അല്ല, ശോഭാഹേതു, ചാരുത്വ ഹേതുവേ ആവില്ല എന്ന് 2ാമത്തെ കൂട്ടർ. 3ാമത്തെ കൂട്ടർ പട്ടികയിൽ പെടുന്നില്ല, അത് ചാരുത്വ ഹേതുവുമാണ് എന്ന് പറയുകയാണെങ്കിൽ ഏതോ ഒരു പ്രകാര ലേശത്തിൽ പെടും, അത്രയേ ഉള്ളൂ. പുതുതായിട്ട് പേര് പറഞ്ഞ് നിങ്ങൾ തുള്ളിച്ചാടേണ്ട കാര്യമില്ല. എന്താ പറഞ്ഞത് അഭാവവാദികള്? ആദ്യത്തെ കൂട്ടർ പറഞ്ഞു പൂർവാചാര്യന്മാര് കാവ്യത്തിന് അഴവ് കൊടുക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പെടാത്ത ചാരുത്വ ഹേതുക്കൾ ഇല്ല തന്നെ. 2ാമത്തെ കൂട്ടർ പറഞ്ഞു ആ ലിസ്റ്റിൽ പെടില്ലെങ്കിൽ അത് ചാരുത്വ ഹേതുവേ ആവില്ല. ആ ലിസ്റ്റിൽ പെടാത്ത കവിത എന്ന് പറയുന്നത് കവിതയേ അല്ല. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ കവിത എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കില്ല. ചിലർ മാത്രം, നിങ്ങൾ പറയുന്ന ധ്വനികാവ്യത്തെ കുറിച്ച് പറയുന്ന കുറച്ച് ന്യൂനപക്ഷം മാത്രം പറയും എന്നൊക്കെയാണല്ലോ അഭാവവാദികൾ, 2ാമത്തെ അഭാവവാദികൾ പറഞ്ഞത്. അതിന് മറുപടി പറയാൻ പറഞ്ഞത് ധ്വനി എന്ന് പറയുന്നത് ചില ആളുകൾ മാത്രം അംഗീകരിച്ചൊരു സംഗതിയൊന്നുമില്ല. പിന്നെ എന്താ അത്? സകല സത്കവി കാവ്യ ഉപനിഷദ്ഭൂതം. ഇത് എല്ലാ നല്ല കവികളുടെയും കാവ്യത്തിന്റെ ഉപനിഷത്താണ്. ഏതെങ്കിലും ഒരു കവിയുടെ അല്ല, ഏതെങ്കിലും കവിയുടെയും അല്ല, സത്കവികളുടെ, നല്ല കവികൾ. ഒട്ട കവിത എഴുതുക, ഏതെങ്കിലും 4 വരി എഴുതിയിട്ട് കവിതയാണോ പറഞ്ഞു നടക്കുന്നവന്റെ അല്ല. കാലാന്തരസ്ഥായിയായിട്ടുള്ള നല്ല ക്ലാസിക്കുകളായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള മഹാകവികൾ. അങ്ങനെയുള്ള എല്ലാ മഹാകവികളുടെയും കാവ്യത്തിന്റെ, സകല സത്കവികളുടെയും കാവ്യത്തിന്റെ ഉപനിഷത്താണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാലോ സത്ത, വേണ്ടാത്ത സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മാത്രം കടഞ്ഞെടുത്ത വെണ്ണ. അതാണ് ഉപനിഷത്ത് പറഞ്ഞാൽ. എന്താണ്? വെണ്ണയാണ്. വെണ്ണയിൽ നിന്നൊന്നും കളയാനില്ല. നമ്മൾ പാല് കാച്ചി ഉറയൊഴിച്ച് പിന്നെ കടഞ്ഞ് അതിൻ്റെ സ്ഥൂലമായിട്ടുള്ള അംശങ്ങൾ എല്ലാം കളഞ്ഞ് അതിലുള്ള വെള്ളം, മോര് എല്ലാം കളഞ്ഞ് ബാക്കി വെണ്ണ മാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കളയാനില്ല. പിന്നെ കടിക്കാൻ പോലും ഇല്ല. കടിച്ച് ചവച്ചൊന്നും പിന്നെ ഒന്നും ചെയ്യാനില്ല. അതിലെന്തെങ്കിലും ചേർക്കുണ്ടോ ചേർത്ത് അതിനെ ആർദ്രമാക്കി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ
ബ്ലും ബ്ലും അകത്തേക്ക് കഴിക്കേണ്ടതേ ഉള്ളൂ. അപ്പൊ ഉപനിഷത്ത് പറഞ്ഞാൽ കടഞ്ഞെടുത്ത വെണ്ണയാണ്, സാരമാണ്. കാവ്യത്തിന്റെ സാരം ഉപനിഷത്താണ് ധ്വനി. കാവ്യ ഉപനിഷദ്ഭൂതം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യം, അന്തസത്ത, സാരം. അതിന്റെ ഇനി ഒന്നും കളയാനില്ല, വേണ്ടത് മാത്രം നിലനിർത്തി കളയേണ്ടതെല്ലാം കളഞ്ഞ് ബാക്കിയുള്ള ആ സത്താണ്. അപ്പൊ എല്ലാ നല്ല കവികളുടെയും കാവ്യത്തിന്റെ സത്താണ് ധ്വനി എന്നാണ്. അപ്പൊ എന്താണ് ധ്വനി സ്വരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പറയണം, സകല സത്കവി കാവ്യോപനിഷദ്ഭൂതം. നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കൂട്ടം ഒരു ന്യൂനപക്ഷത്തിന്റെ കവിതയല്ല ധ്വനി. ഇനിയോ എല്ലാ മഹാകവികളുടെയും കാവ്യങ്ങളുടെ ജീവനാണ്. ആ കാവ്യങ്ങളെ കാവ്യമാക്കുന്ന അതിന്റെ അന്തസത്തയാണ്. അതിരമണീയം. അതുകൊണ്ട് തന്നെ അത് അതിമനോഹരമാണ്. പക്ഷേ അണീയസീഭി അപിചിരന്തന കാവ്യലക്ഷണ വിധായനാം ബുദ്ധിഭി അനുന്മീലിതപൂർവം. ഇതിനു മുമ്പ് ആരും ധ്വനിയെ തുറന്ന് കാണിച്ചു തന്നില്ല. അത് ഇതുവരെ അനുന്മീലിതമായിരുന്നു. ഉന്മീലിതം തുറക്കപ്പെട്ടത്, അനുന്മീലിതം തുറക്കപ്പെടാത്തത്, അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്ത്? ധ്വനിയുടെ തത്വം. ഇപ്പൊ ഇതാ ഞാൻ തുറക്കുകയാണ്. അപ്പൊ ഇതുവരെ തുറക്കാൻ, അപ്പൊ ഇതുവരെ എല്ലാവരും മന്ദബുദ്ധികളായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് തുറക്കുക? ധ്വനിയുടെ തത്വത്തെ തുറക്കാനുള്ള താക്കോൽ എന്താന്ന് ചോദിച്ചാൽ ബുദ്ധി കൊണ്ടാണ് തുറക്കേണ്ടത്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മന്ദബുദ്ധികളാണോ, നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഇതുവരെ ഉണ്ടായിരുന്ന കാവ്യശാസ്ത്ര ആചാര്യന്മാരെല്ലാം അവർക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. അണീയസീഭി അപ്പി ബുദ്ധിഭീഹി, നല്ല കൂർത്ത ബുദ്ധി, നല്ല മൂർച്ചയേറിയ നിശിതമായ ബുദ്ധി ഉള്ളവരാണെങ്കിലും ആരുടെ? ചിരന്തന കാവ്യലക്ഷണ വിധായന, പൂർവ്വ ആചാര്യന്മാരുടെ കാവ്യലക്ഷണം, കാവ്യശാസ്ത്രം എഴുതിയ പൂർവാചാര്യന്മാരുടെ ബുദ്ധികളൊക്കെ അനീയസികളായിരുന്നു. അനീയസി എന്ന് പറഞ്ഞാൽ, അണു എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, അനീയസി കുറച്ചുകൂടി ചെറുതായിരുന്നു എന്ന് വെച്ചാൽ ഷാർപ്പർ ആയിട്ടുള്ള ഇന്റലക്റ്റാണ്. എന്നിട്ടും തുറന്നിട്ടില്ല. എന്തുകൊണ്ടോ അവരത് തുറന്നില്ല. അത് തത്വം അവിടെയുണ്ട്, പക്ഷെ ഇതുവരെ ആരും അതിനെ തുറന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ വെളിച്ചത്ത് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, അത് ഇതുവരെ ധ്വനിയുള്ള കവിത ആരും എഴുതിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. പുതുതായിട്ട് സാധനം കൊണ്ടുവന്ന് തുള്ളിച്ചാടുകയാണ്. പഴയ സാധനത്തിൽ പുതിയ പേര് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പുതിയ സാധനം കൊണ്ടുവന്നിരിക്കുകയാണ്. മനഃപ്രഹ്ലാദി ശാലംകൃതി വ്യുത്പന്നയ രചിതൻ നചൈവ വചനൈ വക്രോക്തി ശൂന്യം ചെയ്യത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഒന്ന് മനോരഥൻ എന്നൊരാളെ പദ്യം പറഞ്ഞല്ലോ. ഞങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്ന കവിതയെ കുറിച്ചൊന്നും അല്ല ധനി ഞങ്ങൾ പറയുന്നത്. മഹാകവികളുടെ ലക്ഷ്യത്തില് എല്ലായിടത്തും അത് വിളയാടി കളിക്കുന്നു. ആരുടെ? ഏതെങ്കിലും ചാക്കന്റെയോ പോക്കന്റെയോ അണ്ടന്റെയോ അടകോടന്റെയോ ഇന്നലെ പൊട്ടിമുളച്ച കവിയുടെ കാര്യമല്ല പറയുന്നത്. അഥച്ച രാമായണ മഹാഭാരത പ്രഭൃതിനി ലക്ഷ്യേ. ഈ ധ്വനി എന്ന് പറയുന്നത് രാമായണ മഹാഭാരതം തുടങ്ങിയിട്ടുള്ള വ്യാസൻ, വാൽമീകി, കാളിദാസൻ തുടങ്ങിയിട്ടുള്ള മഹാകവികളുടെ ലക്ഷ്യങ്ങളില്, ഉദാഹരണങ്ങളില്, കാവ്യങ്ങളില് സർവത്ര എല്ലായിടത്തും പ്രസിദ്ധ വ്യവഹാരം അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ പ്രയോഗമുണ്ട്. ലക്ഷയതാം സഹൃദയാനാം, അതിനെ തിരിച്ചറിയുന്ന സഹൃദയന്മാർക്ക് ആനന്ദ മനസ്സി ലഭതാം പ്രതിഷ്ഠ. ആ സഹൃദയന്മാരുടെ മനസ്സിൽ ആനന്ദ പ്രതിഷ്ഠാം ലഭതാം, ആനന്ദം ഉറച്ചു നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതുന്നതെന്നാണ് ഇത് പ്രകാശ്യത്തെ. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് ആനന്ദ എന്ന് പറയുമ്പോ ആനന്ദോ നിർവൃത്യാത്മാ എന്നൊക്കെ പറഞ്ഞിട്ട് ലോചനകാരൻ കൂടെ പറയുന്നുണ്ട്. ആനന്ദൻ എന്ന് പറഞ്ഞാൽ ഇത് ഗ്രന്ഥകാരന്റെ പേരാണ്. ആനന്ദ ഗ്രന്ഥകൃതോ നാമ സഹൃദയാനാന്തി. ആനന്ദ ഇതിച്ച ഗ്രന്ഥകൃതോ നാമ. ആനന്ദവർദ്ധനൻ എന്നല്ല ഗ്രന്ഥകാരന്റെ പേര്, പിന്നെയോ ആനന്ദൻ എന്നാണ്. തേന സഹ ആനന്ദവർദ്ധനാചാര്യ ഏതത് ശാസ്ത്രദ്വാരേണ സഹൃദയഹൃദയേഷു പ്രതിഷ്ഠാൻ ലഭതാം ദേവതായതനാധിപത് അനശ്വരീം സ്ഥിതിം ഗച്ഛതു. ദേവന്റെ മന്ദിരം പോലെ
ക്ഷേത്രം പോലെ അനശ്വരമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയെ നേടട്ടെ. സഹൃദയന്മാരുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ആനന്ദൻ എന്ന ഗ്രന്ഥകാരൻ സഹൃദയന്മാരുടെ മനസ്സിൽ ഉറക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, ലോചനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഭാഗത്താണ് അഭിനവഗുപ്തൻ സഹൃദയൻ ആരാണ് എന്ന് പറയുന്നുണ്ട്. സഹൃദയാനാം ആനന്ദോ മനസ്സിലഭത്താം പ്രതിഷ്ഠാം അല്ലേ പറഞ്ഞത്. സഹൃദയന്മാരുടെ മനസ്സിൽ ആനന്ദം പ്രതിഷ്ഠയെ നേടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതുന്നത് എന്നാണ് വൃത്തി. അപ്പൊ അവിടെ സഹൃദയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആനന്ദോട് അഭിനവഗുപ്തൻ പറയുന്നുണ്ട്. സഹൃദയനാണെങ്കിൽ യേഷാം കാവ്യാനുശീലനാഭ്യാസവശാത് വിശദീഭൂതേ മനോമുകുരേ വർണ്ണനീയ തന്മയീഭവന യോഗ്യത തേ സ്വഹൃദയ സംവാദഭാജ സഹൃദയാ. ഇത് സഹൃദയന്റെ ഡെഫിനിഷൻ പോലെ വളരെ പ്രസിദ്ധമാണ്. അഭിനവഗുപ്തൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയാണ് അതുള്ളത്. എന്താണ്? യേഷാം ആർക്കാണോ കാവ്യാനുശീലന അഭ്യാസവശാത്, കാവ്യം അനുശീലനം ചെയ്യുക എന്നുള്ളത് അവർ കൂടെ ചെയ്യുന്നു, അഭ്യാസം ചെയ്യുന്നു. കാവ്യത്തെ അനുസന്ധാനം ചെയ്യുക, കാവ്യം വായിച്ചു രസിക്കുക എന്നുള്ളത് കൂടെ ചെയ്യുന്നത് കൊണ്ട് അഭ്യാസവശാത് അവരുടെ മനസ്സെങ്ങനെയാവുന്നു? വിശദീഭൂതേ മനോമുഖരേ, മനസ്സിലുള്ള എല്ലാ അഴുക്കുകളും നീങ്ങിയിട്ട് അത് തെളിച്ചമുള്ള കണ്ണാടി പോലെയാവുന്നു. മനക്കണ്ണാടി തെളിയുന്നു. വിശദീഭൂതേ മനോമുഖരേ, മനക്കണ്ണാടി തെളിഞ്ഞാലോ വർണ്ണനീയ തന്മയീഭവന യോഗ്യത, കാവ്യത്തിൽ വർണ്ണിക്കുന്ന വസ്തുവുമായിട്ട് ഒന്നായി തീരാനുള്ള, തന്മയീഭവിക്കാനുള്ള യോഗ്യത ആർക്കാണോ ഉള്ളത്, യേഷാം ആർക്കാണോ കാവ്യാനുശീലനത്തിന്റെ അഭ്യാസം കൊണ്ട് തെളിഞ്ഞ മനക്കണ്ണാടിയില് കാവ്യത്തിലെ വർണ്ണനീയവുമായിട്ട് കാവ്യാർത്ഥവുമായിട്ട് തന്മയീഭവിക്കാൻ യോഗ്യതയുള്ളത് അവരെയാണ് സഹൃദയന്മാർ എന്ന് പറയുന്നത്. അപ്പൊ സഹൃദയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വഹൃദയ സംവാദഭാജ, തങ്ങളുടെ ഹൃദയവുമായിട്ട് സംവദിക്കുവാൻ ശീലമുള്ളവരാണ് അവർ. മനസ്സിലുള്ള എല്ലാ രാഗദ്വേഷാദി കാലുഷ്യങ്ങളും അഴുക്കുകളും അജ്ഞാനങ്ങളും മറകളും നീങ്ങി സ്വഹൃദയവുമായിട്ട് സംവദിക്കുന്നവരാണ് സഹൃദയന്മാര്. അപ്പൊ കവികളുടെ ഹൃദയവുമായിട്ട് സംവദിക്കുന്നവർ എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് പങ്ക്തിയുള്ളത്. അപ്പൊ ഇത് സഹൃദയന്റെ ലക്ഷണമാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് കോ നാമ സഹൃദയ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. അല്ലെങ്കിൽ സഹൃദയസ്യ ലക്ഷണം ലിഖത, അഭിനവഗുപ്തോക്തം ലക്ഷണം ലിഖത എന്ന് പറഞ്ഞാൽ യേഷാം കാവ്യാനുശീലനാഭ്യാസവശാദ് വിശദീഭൂതേ മനോമുകുരേ വർണ്ണനീയ തന്മയീ ഭവന യോഗ്യതാ തേ സഹൃദയ സംവാദഭാജഃ സഹൃദയാഃ. അപ്പൊ ആ ഭാഗം കഴിഞ്ഞു. ഇനി എന്താ അടുത്ത കാര്യത്തിലേക്ക് പോവാം. തത്ര യോർത്ഥസഹൃദയശ്ലാഘ്യ എന്നുള്ള കാര്യം. അപ്പോൾ ടെക്സ്റ്റില് ഇത്രയും പറഞ്ഞു വെച്ച് കഴിഞ്ഞു. എന്തൊരു പുസ്തകം എഴുതുന്നു എന്നുള്ളത് പറഞ്ഞു. അഭാവവാദികള്, അന്തർഭാവവാദികള്, അനിർവചനീയവാദികള്. അതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർക്കുക, 3 തരാണ്. അഭാവവാദികൾ എന്ന് പറഞ്ഞാൽ വാച്യത്തിൽ നിന്നും വേറിട്ട് വ്യംഗ്യം എന്നൊന്നില്ല എന്ന് പറയുന്നത്. അന്തർഭാവവാദികൾ എന്ന് പറഞ്ഞാൽ വാച്യത്തിൽ നിന്നും വേറിട്ട് ഒരു അർത്ഥം ഉണ്ടെങ്കിൽ തന്നെ അത് വാച്യത്തെ വലിച്ചു നീട്ടിയതാണ്, തത് സാമർഥ്യാക്ഷിപ്തമാണ്. രണ്ടാമത്തെ കോട്ടർ അതാണ് ലക്ഷണയിൽപ്പെടുന്നത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോട്ടർ അത് വലിച്ചു നീട്ടപ്പെട്ടതല്ല, വാച്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അർത്ഥം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വാക്കുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരാണ് 3 കൂട്ടർ, 3 വിമതികൾ. അതിൽ അഭാവവാദികൾ തന്നെ 3 തരക്കാരുണ്ട്, 3 വികല്പങ്ങളുണ്ട്, 3 കൊള്ളവാദങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ധ്വനി എന്ന് നിങ്ങൾ പറയുന്നത് കാവ്യത്തിന് അഴക് കൊടുക്കുന്നതുമാണല്ലോ. കാവ്യത്തിന് അഴക് കൊടുക്കുന്നതിന്റെ ഒരു പട്ടിക പൂർവാചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പെടും? ശബ്ദാലങ്കാരങ്ങള്, അർത്ഥാലങ്കാരങ്ങള്, ശബ്ദഗുണങ്ങള്, അർത്ഥഗുണങ്ങള്, രീതികള്, വൃത്തികള്, സംഘടനകള് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ പെടാത്തതൊന്നും
ഇതിൽ പെടാത്തതില്ല. ഇതിൽ പെടാത്ത ചാരുത്വഹേതു ഇല്ല. ധ്വനി എന്ന് പറഞ്ഞാൽ കാവ്യത്തിന് അഴക് കൊടുക്കുന്നത്, ചാരുത്വത്തെ ഉണ്ടാക്കുന്നത്, സൗന്ദര്യത്തെ ഉണ്ടാക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പൂർവാചാര്യന്മാരുടെ പട്ടികയിൽ പെടാത്ത ഒന്നില്ല, അഴക് കൊടുക്കുന്ന സാധനം ഇല്ല. അതാണ് ഒന്നാമത്തെ കോട്ട്. രണ്ടാമത്തെ കോട്ട്, പൂർവാചാര്യന്മാരുടെ പട്ടികയിൽ പെടില്ലയോ, പിന്നെ അതിന് അഴകേ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, പുതിയ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട്, പുതിയൊരു കവിത കൊണ്ടുവന്നിട്ട് ഇത് കവിതയാണ്, ഇതിൽ ധ്വനിയുണ്ട് എന്നൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ പുതിയൊരു സാധനം കൊണ്ടുവരുന്നത് പൂർവാചാര്യന്മാർ പറഞ്ഞ ഗുണവും അലങ്കാരം ഒന്നും ഇല്ലാത്ത സാധനമാണല്ലോ. അതൊരു കവിതയാണ്, നല്ല കവിതയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മാത്രമേ പറയുള്ളൂ, എല്ലാവരും അംഗീകരിക്കില്ല. അപ്പൊ നിങ്ങൾ പറയുന്ന കവിതയിൽ അഴകില്ല. പൂർവാചാര്യന്മാരുടെ പട്ടികയിൽ പെടാത്തത് ചാരുത്വഹേതു അല്ല. ഇതാണ് രണ്ടാമത്തെ കോട്ടർ പറഞ്ഞത്. മൂന്നാമത്തെ കോട്ടർ പറഞ്ഞത്, വേണമെങ്കിൽ ഇങ്ങനെ സമ്മതിക്കാം, നിങ്ങൾ പറയുന്ന സാധനം അഴകുള്ളത് തന്നെ പൂർവാചാര്യന്മാരുടെ പട്ടികയിൽ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. പൂർവാചാര്യന്മാരുടെ പട്ടികയിലുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഒരു സബ് ഡിവിഷൻ ആവാം. നിങ്ങൾ പുതിയ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, ധ്വനിന്ന് പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നെ അങ്ങനെ ഇല്ല എന്നാണ്. അങ്ങനെയാണ് 3 അഭാവവാദികൾ, വികല്പങ്ങൾ, അഭാവ വികല്പങ്ങൾ, മൊത്തം 5 വിമതികൾ ഇല്ല പറഞ്ഞിട്ട്, ഇങ്ങനെ ആ വിമതികൾ ഉള്ളത് കൊണ്ട് സഹൃദയന്മാർക്ക് മനസ്സ് ആനന്ദം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുകയാണെന്ന് പറഞ്ഞു. ഇതാ അടുത്ത കാര്യത്തിൽ പോകുമ്പോ, തസ്സേവ ധ്വനേഹ ലക്ഷയിതുമാരബ്ധസ്യ ഭൂമികാം രചയിതും ഇദമുച്യതേ. ധ്വനിക്ക് ഒരു ഗ്രൗണ്ടിങ്, എന്താണ് ധ്വനി എന്ന് പറയുന്നതിന് മുമ്പ് അതിനൊരു ഉപക്രമം പറയാം, ഇൻട്രഡക്ഷൻ. അതാണ് യോർത്ഥ സർവേശ്വരാഗ്രഹം എന്ന് പറഞ്ഞ ആ കാരിക. എന്താണ് ആ കാരികയുടെ അർത്ഥം? ആ കാരികയുടെ അർത്ഥം, കാവ്യത്തിന് സാരഭൂതമായിട്ടുള്ള സർവേശ്വരാഖ്യമായ ഏതൊരർത്ഥമുണ്ടോ അതിന് 2 വകഭേദങ്ങളുണ്ട്, വാച്യമെന്നും പ്രതീയമാനമെന്നും. കാവ്യത്തില് സഹൃദയശ്ലാഘ്യമായ അംശം എന്താണ്? സഹൃദയന്മാർ കാവ്യത്തില് രമിക്കുന്നത് ഏതംശത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്ന അംശത്തിലാണ്. ആ അർത്ഥത്തിന് 2 വകഭേദങ്ങളുണ്ട്, വാച്യമെന്നും പ്രതീയമാനമെന്നും. അപ്പൊ കാവ്യം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ, കാവ്യം എന്ന് പറയുന്നത് ലളിത ഉചിത സന്നിവേശ ചാരു ആണ് കാവ്യം. ലളിത ഉചിത സന്നിവേശ ചാരു, ലളിതവും ഉചിതവുമായിട്ടുള്ള പദങ്ങളുടെ ശബ്ദാർത്ഥങ്ങളുടെ സന്നിവേശം കൊണ്ട് അഴകുള്ളതാണ്, അഴകുള്ള ഭാഷയാണ് കാവ്യം. എങ്ങനെ? ലളിതവും ഉചിതവുമായിട്ടുള്ള ശബ്ദാർത്ഥങ്ങളുടെ സന്നിവേശം കൊണ്ട് അഴകുള്ളതാണ് കാവ്യമാണ്. നോക്കൂ, ലോചനകാരൻ പറയുന്നുണ്ട്, ലളിത ശബ്ദേന ഗുണാലങ്കാരാനുഗ്രഹമാവാ. ആഹാ, ഗുണങ്ങളും അലങ്കാരങ്ങളും ഉള്ളത് എന്നാണ് ലളിതം എന്ന് പറഞ്ഞാൽ. അതിനെന്താ ഉദ്ദേശിച്ചത്? ഗുണാലങ്കാരങ്ങൾ ഉള്ളത്. ഉചിതം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? രസവിഷയമേവ ഔചിത്യം. രസാനുഗുണവും ഗുണാലങ്കാരങ്ങളോട് കൂടിയതുമായ ശബ്ദാർത്ഥങ്ങളുടെ സന്നിവേശം കൊണ്ട് രമണീയമായ ഭാഷയാണ് കാവ്യം. ഇതാണ് ഒരു ജനറൽ ഡെഫിനിഷനാണ് കാവ്യത്തിന്റെ. ആൻഡോർഫിന്റെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു സാമാന്യ ലക്ഷണം. എന്താണ് കാവ്യം എന്ന് വെച്ചാൽ വളരെ എളുപ്പം പറയാൻ പറ്റുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണാലങ്കാരങ്ങളോട് കൂടിയതും രസാനുഗുണവുമായിരിക്കുന്ന ശബ്ദാർത്ഥങ്ങളുടെ സന്നിവേശ വിശേഷം ഉള്ള ഭാഷയാണ്. അതുകൊണ്ട് അഴകുറ്റതാണ് കാവ്യം. അപ്പൊ ലളിതോചിത സന്നിവേശ ചാരു എന്ന് പറയുന്നത് കാവ്യത്തിന്റെ വിശേഷണമാണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷനാണ്. എന്താണ് കാവ്യം? ലളിതോചിത സന്നിവേശ ചാരു ആണ് കാവ്യം. അങ്ങനെയിരിക്കുന്ന കാവ്യത്തിന് എങ്ങനെയാണോ ശരീരത്തിന് ആത്മാവ് സാരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം ആത്മാവ് എന്ന് പറയുന്നു, അതുപോലെ ശബ്ദാർത്ഥമയമായിരിക്കുന്ന ഈ കാവ്യത്തിന് ലളിതവും ഉചിതവുമായിട്ടുള്ള ശബ്ദാർത്ഥങ്ങൾ ഉള്ളതാണല്ലോ കാവ്യം. ആ കാവ്യത്തിന് ശരിക്ക് ആത്മാവ് അല്ലെങ്കിൽ സാരമായ അംശം എന്ന് പറയുന്നത് എന്താണ്? സഹൃദയന്മാർ വാഴ്ത്തുന്ന, സഹൃദയന്മാർ ശ്രദ്ധിക്കുന്ന അംശം അർത്ഥമാണ്. അതിന് 2 ഭേദങ്ങളുണ്ട്. അവിടെ ആദ്യത്തത് അത് പ്രസിദ്ധമാണ്, ഉപമാന പ്രകാരങ്ങളെ കൊണ്ട് പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ തീരെ പറയുന്നില്ല എന്നല്ല, കേവലം അനൂദ്യത. അനൂദ്യത എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റുപറയും. ഇപ്പൊ മുമ്പുള്ള ആചാര്യന്മാര് അതിശയോക്തി,
അപ്രസ്തുത പ്രശംസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അംഗീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അത് എവിടെയാണോ വേണ്ടത് യഥോപയോഗം വേണ്ട സന്ദർഭത്തിൽ അനൂദ്യതേ ഏറ്റുപറയപ്പെടും. ഏറ്റുപറയാന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യത്തെ പറയാ, ഞങ്ങൾ പുതുതായിട്ട് പറയല്ല, പൂർവാചാര്യന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ ഞങ്ങൾ ഏറ്റുപറയും. അത് അംഗീകരിച്ചുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു വരും. അപ്പൊ അലങ്കാരങ്ങളെല്ലാം പറയും, വാച്യാർത്ഥത്തെ കുറിച്ച് പലതും ഞങ്ങൾ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ പറയും. പക്ഷെ ഇവിടെ പുതുതായിട്ട് പറയുന്നത് എന്താണ്? പ്രതീയമാനാർത്ഥത്തെ കുറിച്ചാണ്. എന്താണ് പ്രതീയമാനം എന്ന് ചോദിച്ചാൽ വാച്യാത് അന്യദേവ വസ്തു അസ്തി. മഹാകവികളുടെ വാക്കുകളിൽ വാച്യാർത്ഥത്തിൽ നിന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള വാച്യാർത്ഥത്തിൽ നിന്നും വേറൊരർത്ഥമുണ്ട്. എന്താ വേറൊരർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീയമാനം, പറയപ്പെടുന്ന അർത്ഥമല്ല, പിന്നെയോ പ്രതീയമാനം, അറിയപ്പെടുന്നതായ ഒരർത്ഥമുണ്ട്. അതോ അന്യദേവ, അത് വേറെയാണ്. എന്തിൽ നിന്നും വേറെയാണ്? വാച്യാർത്ഥത്തിൽ നിന്നും വേറെ ഒരർത്ഥമുണ്ട്. വസ്തു എന്ന് വെച്ചാൽ അർത്ഥമാണ്. എവിടെയുണ്ട്? ആണീഷു മഹാകവിയാണ്. നമ്മളിലേക്ക് ഇതിലൊന്നുമല്ല, മഹാകവികളുടെ വാക്കുകളിൽ ധാരാളമായിട്ട് കാണും. അതെന്താ? എങ്ങനെ അതിന് മനസ്സിലാക്കും? എന്താണ് അതിന്റെ പ്രാധാന്യം എന്നൊക്കെ ചോദിച്ചാൽ അംഗനാസു ലാവണ്യമിവ പ്രകാശത്തെ എത്തത് പ്രസിദ്ധാവയവാതിരിക്തം വിഭാതി ലാവണ്യമിവ അംഗനാസു. ആ അർത്ഥം പ്രതീയമാനമായ വസ്തു അംഗനാസു ലാവണ്യം ഇവ പ്രകാശത്തെ. സുന്ദരികളില് ലാവണ്യം എങ്ങനെയാണോ ശോഭിക്കുന്നത്, വിളങ്ങുന്നത്, അതുപോലെയാണ് വിളങ്ങുന്നത്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരികളുടെ മൂക്കിനോ കണ്ണിനോ ചെവിക്കോ കഴുത്തിനോ തലമുടിക്കോ അരക്കെട്ടിനോ കാലിനോ കണങ്കാലിനോ കാല് വിരലുകൾക്കോ എല്ലാം നല്ല അഴകുണ്ടാവും. പക്ഷെ ഇതിലൊന്നും അല്ല അഴക്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അഴക് എല്ലായിടത്തുമായിട്ട് തത്തിക്കളിക്കുന്നു. എവിടെയെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ സർവാംഗീണമായിട്ടുള്ള ഒരു അഴക് ഉണ്ടാവും, ഒരു ലാവണ്യം ഉണ്ടാവും. ഇതുപോലെ കാവ്യത്തിന് എന്ന് പറയുമ്പോൾ അത് വാക്കാണ്, ഭാഷയാണ്. വാക്കിന് പൊരുളുണ്ടാവും. ആ വാക്കിന്റെ പ്രയോഗത്തിൽ പലതരം പ്രത്യേകതകളുണ്ടാവും, അലങ്കാരങ്ങളുണ്ടാവും, ഗുണങ്ങളുണ്ടാവും, അതിൻ്റെ ചേരുവകളിൽ ചില ചാരുതകളുണ്ടാവും. എല്ലാം ശരിയാണ്. പക്ഷെ ഇതിലൊന്നും വേറിട്ട് നിൽക്കുന്ന ഒരു 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 എന്താ പറയാൻ പറ്റില്ല. അതിന് ഞങ്ങൾക്ക് തൽക്കാലം ലാവണ്യം എന്ന് വിളിക്കുകയാണ്. ഒരു സാധനം ഉണ്ടാവും. എത്തത് സഹൃദയ സുപ്രസിദ്ധം. സഹൃദയന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെയോ പ്രസിദ്ധേഭ്യ അലങ്കൃതേഭ്യ പ്രതീതേഭ്യ അവയവേഭ്യ വ്യതിരിക്തത്വേന പ്രകാശത്തെ. കാവ്യത്തിന്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള അലങ്കൃതങ്ങളായിട്ടുള്ള അവയവങ്ങളുണ്ടല്ലോ, ശബ്ദം, അർത്ഥം, ശബ്ദാലങ്കാരം, രീതി, നിങ്ങൾ പറഞ്ഞ വൃത്തി, എന്തൊക്കെയോ പറഞ്ഞല്ലേ, ഇതെല്ലാം ചാരിത്ര സ്ഥാനങ്ങളാണെന്ന്. ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു അഴകുണ്ട്. ഇപ്പൊ എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയതുകൊണ്ട്, ശരീരാവയവങ്ങൾ പ്രൊപ്പോർഷനേറ്റ് ആയതുകൊണ്ട് സൗന്ദര്യം ഉണ്ടാവണമെന്നില്ല. കണ്ണ് വേണ്ട തരത്തിൽ തന്നെയാണ്, വേണ്ടടുത്ത് തന്നെയാണ്. മൂക്ക് അത് ശരിക്കും നല്ല മുഖത്തിന് എത്രയാണ് പ്രൊപ്പോർഷനായിട്ടുള്ള നീളമുണ്ട്, ഉയരമുണ്ട്. നല്ല മൂക്ക് നാസിക ദ്വാരങ്ങൾക്ക് വേണ്ടത്ര വലിപ്പമുണ്ട്. ചിലത് വല്ലാതെ വലിപ്പമായിരിക്കും, ചിലത് തീരെ വലിപ്പം ഉണ്ടാവില്ല. ചിലത് ചതച്ചരച്ച പോലെയുള്ള മൂക്കായിരിക്കും, ചിലത് വല്ലാതെ വിടർന്ന മൂക്കായിരിക്കും. അങ്ങനെയൊന്നും അല്ലാതെ എല്ലാ പ്രൊപ്പോർഷനും ഉണ്ട്. പക്ഷെ കാണാനൊരു രസമില്ല. അപ്പൊ പിന്നെ എവിടെയാ ഈ കാണാനുള്ള രസമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മൂക്കിലല്ല, നാസികാദ്വാരത്തിലല്ല, കണ്ണിലല്ല, പ്രിയത്തിലല്ല. പക്ഷെ ഇതിലെല്ലാറ്റിനും തത്തിക്കളിക്കുന്ന ഒരു സാധനം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. സുന്ദരിയുടെ ശരീരത്തിൽ, സുന്ദരിയുടെ ശരീരം എന്നുള്ളതിന് വേണമെങ്കിൽ സുന്ദരന്റെ ശരീരം എന്ന് പറഞ്ഞോളൂ. ഇപ്പോഴത്തെ ദൃഷ്ടിക്ക് ഇനിയിപ്പോ പ്രശ്നമാവുമെങ്കിൽ സുന്ദരന്റെ ശരീരം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പുരുഷ സൗന്ദര്യവും ആസ്വദനീയം തന്നെയാണ്. അപ്പൊ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പൃഥക് അവയവങ്ങളിലല്ല, അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ആ അവയവങ്ങളിലെല്ലാം അന്തർലീനമായിട്ട് പരിലസിക്കുന്നു സൗന്ദര്യം. അതുപോലെയാണ് കാവ്യത്തിലും. നിങ്ങൾ പറഞ്ഞ ശബ്ദാർത്ഥ ശരീരമായിരിക്കുന്ന കാവ്യത്തില് വേറെ വേറെ നമ്മൾ എടുത്ത് വിശകലനം ചെയ്യുന്ന സാധനങ്ങളിൽ അവയവങ്ങളിലുള്ള സൗന്ദര്യമല്ല, അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം അതാണ് പ്രതീയമായ അർത്ഥം. യഥാഹി അംഗനാസു ലാവണ്യം പൃഥക് നിർവർണ്യമാനം. നിർവർണ്യമാനം എന്ന് വെച്ചാൽ സൂക്ഷിച്ച് പരീക്ഷിക്കപ്പെടുന്നത്, സൂക്ഷിച്ച് നോക്കപ്പെടുന്നത്, ഉറ്റുനോക്കപ്പെടുന്നത് എന്നാണ്. നിർവർണ്ണനം എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുക എന്നാണ് അർത്ഥം.
നിഖില അവയവ വ്യതിരേകി, എല്ലാ അവയവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതും, കിമപി അന്യദേവ, വളരെ വിശിഷ്ടമായിട്ടുള്ള വേറൊന്നു തന്നെ. അത് എങ്ങനെയുള്ളതാണ്? സഹൃദയലോചനാമൃതം, അഴക് കാണാൻ കണ്ണുള്ളവര് അത് കണ്ടാസ്വദിക്കും. തത്വാന്തരം, അത് വേറൊന്നാണ്. അതുപോലെ തദ്വദേവ, അതുപോലെയാണ് കാവ്യത്തില് സൗർത്ഥ പ്രതീയമാനം എന്നർത്ഥം അങ്ങനെയാണ്. പല സ്ഥലത്തും അഭിനവഗുപ്തൻ പറയുന്നുണ്ട് മഹാകവീനാം വാണീഷു എന്ന് പറയുന്നത്. മഹാകവി ആരാണ് എന്ന് പറയുന്നുണ്ട്. മഹാകവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതീയമാനാർത്ഥത്തിന്റെ അതിൻ്റെ എല്ലാ സാധ്യതകളും കണ്ടെത്തി അത് പ്രയോഗിക്കുന്ന ആളെയാണ് മഹാകവി എന്ന് പറയുക. പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട് മഹാകവീനാം ബഹുവചനം അശേഷ വിഷയ വ്യാപകത്വമാഹ ഏതത് അഭിധാസ്യമാന പ്രതീയമാന അനുപ്രാണിത കാവ്യ നിർമ്മാണ നിപുണ പ്രതിഭാഭാജനത്വേനൈവ മഹാകവിപദേശോ ഭവതി ഭാവ. ആരെ മഹാകവി എന്ന് വിളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്നതായ പ്രതീയമാനാർത്ഥം കൊണ്ട് ജീവിപ്പിക്കപ്പെട്ട കാവ്യത്തെ രചിക്കുവാനുള്ള നൈപുണ്യം ഉള്ള പ്രതിഭ ആർക്കാണോ ഉള്ളത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രതീയമാനം ആണ് കാവ്യത്തിന് ജീവൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാവ്യം ചമയ്ക്കുവാൻ ഉള്ള പ്രതിഭ ആർക്കാണോ ഉള്ളത് അയാളെ മാത്രമാണ് മഹാകവി എന്ന് പറയുന്നത്. അല്ലാതെ തടിയൻ കാവ്യങ്ങൾ എഴുതിയത് കൊണ്ട്, വലിയ ബൃഹത്തായിട്ടുള്ള കാവ്യങ്ങൾ എഴുതിയത് കൊണ്ട്, പെരുങ്കവിതകൾ എഴുതിയത് കൊണ്ട് മഹാകവി ആവണമെന്നില്ല. ലാവൺ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അഭിനവഗുപ്തൻ. നമ്മൾ കൂടുതൽ അഭിനവഗുപ്തനെ കണ്ട് രസിക്കുന്നില്ല. നമ്മൾ പതുക്കെ അടുത്ത വിഷയത്തിലേക്ക് പോവാണ്. ആ പ്രതീയമാനാർത്ഥം എങ്ങനെയുള്ളതാണ്? അതിവിടെ കാരികയിൽ പറയാത്ത കാര്യങ്ങൾ കുറച്ച് വൃത്തിയിൽ പറയുന്നുണ്ട്. എന്താണ്? സഹ്യർത്ഥ. സഹ്യർത്ഥ എന്ന് പറഞ്ഞാൽ പ്രതീയമാന അർത്ഥ. അത് അനേക പ്രഭേദ പ്രഭിന്ന ദർശയിഷ്യതേ. ആ പ്രതീയമാനാർത്ഥം, വ്യംഗ്യാർത്ഥം പലതരത്തിലുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അനേക പ്രഭേദ പ്രഭിന്ന ദർശയിഷ്യതേ. പലതരത്തിലുണ്ടെങ്കിൽ ഒരു ജനറലായിട്ട് ബ്രോഡായിട്ട് എത്ര തരം ഉണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. വാച്യസാമർഥ്യാക്ഷിപ്തം വസ്തു മാത്രം അലങ്കാരിക സാധയിഷ്ട. വാച്യസാമർഥ്യാക്ഷിപ്തം വസ്തു മാത്രം ഒന്നാമത്തേത്. അലങ്കാര രസാദയ അല്ലെങ്കിൽ രസാദി. വസ്തുമാത്രം, അലങ്കാര, രസാദിഷ്ട. 3 തരം ഉണ്ട്. ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? അലങ്കാരം. അലങ്കാരം എല്ലാവർക്കും അറിയാം. അഴക് കൊടുക്കുന്ന സാധനങ്ങൾ, ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം ഒക്കെ. രസാദി ശൃംഗാരാദി രസങ്ങൾ. അതുപോലെ രസം മാത്രമല്ല ഭാവം. ചില ഭാവങ്ങൾക്ക് രസമാവാൻ പറ്റില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്ഛനോടുള്ള സ്നേഹം അത് രസമാവാൻ പറ്റില്ല, അത്രേ. അങ്ങനെയാണ്. അമ്മയോടുള്ള സ്നേഹം പറ്റില്ല. ദേവനോടുള്ള ഭക്തി അത് രസമാവാൻ പറ്റും, ഭക്തിക്ക് രസമാവാൻ പറ്റില്ല എന്നൊക്കെ കാവ്യശാസ്ത്രകാരന്മാർ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ ഭാവം മാത്രമേ ആവുള്ളൂ, ചിലത് രസമാവും. അപ്പൊ രസമുണ്ട്, ഭാവമുണ്ട്. ചിലത് രസം പോലെ ഇരിക്കും, രസമല്ല, രസാഭാസം. അതുപോലെ ഭാവാഭാസം. ഇനി ഈ ഭാവം തന്നെ ചില ഭാവത്തിന് ഒരുപാട് ഷെയ്ഡുകളുണ്ട്, ഒരുപാട് അഴകുകളുണ്ട്. ഭാവം ഉദിക്കുമ്പോൾ ഉള്ള ഒരു അഴകുണ്ട്. അതുപോലെ ഭാവം സംശയിച്ച് നിൽക്കുമ്പോൾ, മറ്റു ഭാവങ്ങളുമായിട്ട് സമ്മിശ്രണം ചെയ്ത് നിൽക്കുമ്പോൾ അതിനൊരഴകുണ്ട്. ഭാവം പുഷ്ടിപ്പെട്ട് വരുമ്പോൾ അതിനൊരഴകുണ്ട്. ഭാവം ദീപ്തമാവുമ്പോൾ അതിനൊരഴകുണ്ട്. ഭാവം മറ്റ് ഭാവങ്ങളുമായിട്ട് പരസ്പരം സ്പർദ്ധിച്ചു നിൽക്കുമ്പോൾ അതിനൊരഴകുണ്ട്. ഭാവം ഒടുങ്ങുന്ന സമയത്ത് അതിനൊരു അഴകുണ്ട്. അങ്ങനെ ഭാവം തന്നെ പലതരത്തിലുണ്ട്. അപ്പൊ രസം, ഭാവം, ഭാവോദയം, ഭാവസന്ധി, ഭാവശബളിമ, ഭാവശാന്തി തുടങ്ങിയിട്ട് ഒരുപാട്. അത് കൂടാതെ ഭാവാഭാസം, അങ്ങനെ രസാഭാസം, അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് രസാദി എന്ന് പറയുന്നത്. പിന്നെ അലങ്കാരവും. ഇത് രണ്ടും അല്ലാത്തതിനെയാണ് വസ്തു മാത്രം. ഈ വസ്തു മാത്രം എങ്ങനെയാ? വാച്യാർത്ഥം തന്നെയല്ലേ വസ്തു എന്ന് പറഞ്ഞാൽ? ഏതോ ഒരു ആശയം വാച്യമായിട്ടും പറയാറുണ്ടല്ലോ ചോദിച്ചാൽ അങ്ങനെയല്ല. വാച്യമായി കിട്ടുന്ന വസ്തുവിനെ അല്ല ഇവിടെ പറയുന്നത്, ആശയത്തെ അല്ല പറയുന്നത്. പിന്നെയോ വാച്യസാമർഥ്യ ആക്ഷിപ്തം, വാച്യാർത്ഥം കൊണ്ട് വലിച്ചഴിച്ച് കൊണ്ടുവരപ്പെട്ട വ്യംഗ്യാർത്ഥം. അത് അലങ്കാരവുമാവില്ല, രസവുമാവില്ല. അങ്ങനെയുള്ളതിനെ വസ്തു എന്ന് പറയും.
പിന്നെ അലങ്കാരം. അപ്പൊ അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ അർത്ഥാലങ്കാരങ്ങൾ ഉപമാദ്യലങ്കാരങ്ങൾ തന്നെ, പക്ഷേ ഇതുവരെ നമ്മൾ പറഞ്ഞത് വാച്യാലങ്കാരങ്ങളാണ്. അത് ധന്യാലോകം കാണുന്നത് വരെ നമ്മൾ പറഞ്ഞ അലങ്കാരങ്ങളെല്ലാം വാച്യം. ഇപ്പോ ഇവിടെ പറയുന്ന അലങ്കാരം എന്താണ്? അലങ്കാരധ്വനിയാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. അതായത് വാച്യാലങ്കാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണിയുന്ന വള, കമ്മല് പോലെയുള്ള സാധനങ്ങളാണ്. അലങ്കാരധ്വനി എന്ന് പറയുന്നത് ആരാണോ അണിയുന്നത് അയാളാണ്. വാച്യാലങ്കാരം എന്ന് പറയുന്നത് എന്താണ്? എന്താണോ അലങ്കാരം കൂട്ടാനായി അണിയപ്പെടുന്നത്, എന്ത് സാധനങ്ങളൊക്കെയാണോ, വള, കമ്മല് പോലെയുള്ള സാധനങ്ങൾ, ഫ്രോക്ക്, പലതും ഉണ്ടല്ലോ, പുരികം, മുറിക്കല്, എല്ലാം അലങ്കാരം കൂട്ടാൻ വേണ്ടി ബാഹ്യമായിട്ടുള്ള ശരീരത്തിലുള്ള സാധനങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ശോഭ കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വാച്യാലങ്കാരങ്ങൾ, അല്ലെങ്കിൽ വാച്യാലങ്കാരങ്ങൾ. പക്ഷേ ഇവിടെ വ്യംഗ്യാർത്ഥം അലങ്കാരമായിട്ട് വരും എന്ന് പറയുമ്പോൾ ആ അലങ്കാരം എന്താണ്? അലങ്കാര ധ്വനിയാണ്. അലങ്കാരധ്വനി എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്, അത് ആത്മാവാണ്. ഏതിനാണോ അഴക് കൊടുക്കപ്പെടുന്നത് അത് തന്നെ, അലങ്കാരം തന്നെ ഒരു ആത്മാവായിട്ട് മാറും. അല്ലാതെ അത് വളകമ്മൽ പോലെയുള്ള സാധനം അലങ്കാരം കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനമല്ല. അലങ്കാരധ്വനി എന്ന് പറയുന്നത് എന്താണ്? അലങ്കാരീയമാണ്. അപ്പൊ അലങ്കാരം എങ്ങനെ അലങ്കാരികമാവും ചോദിച്ചു കഴിഞ്ഞാൽ ആവും. അത് പിന്നീട് പറയാം. അപ്പൊ വസ്തുമാത്രം, അലങ്കാരം, രസാദി. അപ്പൊ വ്യംഗ്യാർത്ഥം 3 തരമുണ്ട്. ഏതൊക്കെയാണ്? അലങ്കാരം, രസാദി. ഇത് രണ്ടുമല്ലാത്തത്. ഇത് രണ്ടുമല്ലാത്തതെന്ന് പറഞ്ഞാൽ വസ്തു. ഈ എല്ലാ പ്രകാരത്തിലും ഈ പ്രതീയമാനാർത്ഥം, വ്യംഗ്യാർത്ഥം വാച്യാർത്ഥത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചിട്ട് ആനന്ദവർദ്ധനം പറയുന്നു. എന്ന് പറഞ്ഞാൽ ലക്ഷ്യാർത്ഥവും വാച്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് ഒരു തരത്തിലുമാണെങ്കിൽ പറയാം. പക്ഷെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. വാച്യാർത്ഥവുമായിട്ട് ബന്ധമുണ്ട്. ഒരു തരത്തിലും ബന്ധമില്ലാതെ വളരെ അകന്നു നിൽക്കുന്നു. വാച്യാത് സുദൂരം ഭിന്ന സർവേഷു ചതേഷു പ്രകാരേഷു. അത് വസ്തുമാത്രമായാലും ശരി, അലങ്കാരായാലും രസാദിയായാലും ശരി, എന്ത് തരം വ്യംഗ്യായാലും ശരി, തസ്യ ആ പ്രതീയമാന അർത്ഥത്തിന് വാച്യാത് അന്യത്വം. അതുകൊണ്ടാണ് പ്രതീയമാനം പുനർ അന്യദേവ എന്ന് പറഞ്ഞത്. അന്യദേവ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ, ഒരു തരത്തിലും അതാണെന്ന് പറയാൻ പറ്റില്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. എന്നിട്ട് ഇവിടെ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം വാച്യാർത്ഥത്തിൽ നിന്നും വളരെ മാറി നിൽക്കുന്നു എന്ന് കാണിക്കാൻ ആദ്യത്തെ വസ്തുമാത്രം മാത്രം എടുത്തിട്ട്, അലങ്കാരമൊന്നും എടുക്കുന്നില്ല. തഥാഹി ആദ്യസ്ഥാവത് പ്രഭേദ. വസ്തുരൂപമായിരിക്കുന്ന വ്യംഗ്യാർത്ഥം വാച്യാത് ദൂരം വിഭേദവാൻ. വാച്യത്തിൽ നിന്നും ദൂരം വിഭേദവാൻ, വളരെ അകലെയാണ്. വാച്യം തന്നെയാണോ ഒന്നും പറയരുത് ഒരിക്കലും. വാച്യത്തെ വലിച്ചു നീട്ടിയാൽ വ്യംഗ്യായി എന്നൊന്നും പറയരുത്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതായത് വാച്യാർത്ഥം ചെയ്യൂ എന്ന് വിധിയായിരിക്കും, പക്ഷെ വ്യംഗ്യാർത്ഥം ചെയ്യരുത്. ഇത് രണ്ടും അടുത്ത് കിടക്കുന്നതെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? വാച്യം വിധിയാണ്, വ്യംഗ്യം എന്താണ്? പ്രതിഷേധമാണ്. നേരെ തിരിച്ചും വരാം. ചില സ്ഥലത്ത് വാച്യം പ്രതിഷേധം, പോവരുത് എന്നാണ് വാച്യം പറയുക. വ്യംഗ്യാർത്ഥം എന്താണ്? പോയേ പറ്റൂ. അപ്പൊ പ്രതിഷേധമാണ് വാച്യാർത്ഥം, വ്യംഗ്യം വിധിയാണ്. വിധി എന്ന് വെച്ചാൽ എന്താ? ഫെയ്റ്റ്, ദൈവവിധി, ലക്ക് എന്ന് പറയുന്ന അതൊന്നുമല്ല. അയ്യോ എന്റെ ദുർവിധി, ആ വിധിയല്ല. വിധി എന്ന് പറഞ്ഞാൽ കമാൻഡ്, ചെയ്യണം, ചെയ്യൂ എന്ന നിർദ്ദേശം, ആജ്ഞയാണ് വിധി എന്ന് പറഞ്ഞാൽ. പ്രതിഷേധം എന്ന് പറയുന്നത് അരുത് എന്നുള്ളത്. അപ്പൊ വാച്യാർത്ഥം എന്തായിരിക്കും? ചെയ്യൂ എന്നായിരിക്കും. വ്യംഗ്യാർത്ഥം ചെയ്യരുത്. അതുപോലെ ചില സ്ഥലത്ത് വാച്യാർത്ഥം ചെയ്യരുത് എന്നായിരിക്കും, വ്യംഗ്യാർത്ഥം ചെയ്യൂ എന്നായിരിക്കും. ഇനി ചില സ്ഥലത്ത് വേറൊരു തരത്തിൽ വരാം. പെക്കോളോ എന്ന് പറയും വാച്യാർത്ഥം. പെക്കോളോ എന്ന് പറഞ്ഞാൽ വ്യംഗ്യാർത്ഥം എന്താ വെച്ചാൽ പോവരുത് എന്നോ അല്ല, പോണമെന്നും അല്ല, രണ്ടും അല്ലാത്ത ഒരർത്ഥമായിരിക്കും. പാർവതി വള്ളത്തോളിന്റെ ഇതില് ശിഷ്യനെ മകൻ ആ കവിതയിൽ പറഞ്ഞ പോലെ, കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവയോളം, ഇനിയുള്ള ആയുധങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുത്തോളൂ ശിഷ്യന്, പരശുരാമനെ ഉപദേശിച്ചു കൊടുത്തോളൂ എന്ന് പാർവതി പറയുമ്പോൾ ഉപദേശിക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇനി മേലാൽ ഒരു ആയുധം ഉപദേശിക്കരുത് എന്നാണോ ഉദ്ദേശിച്ചത്? ഇത് രണ്ടുമല്ല, അമർഷമാണ്. അപ്പൊ വാച്യാർത്ഥം ഉപദേശിക്കൂന്ന് വിധിയാണ്, വ്യംഗ്യാർത്ഥം വിധിയുമല്ല പ്രതിഷേധവുമല്ല, അനുഭയമാണ്. ഇതുപോലെ
ചില സ്ഥലത്ത് വാച്യാർത്ഥം പ്രതിഷേധമായിരിക്കും, വ്യംഗ്യാർത്ഥം വിധിയുമാവില്ല പ്രതിഷേധവുമാവില്ല, അനുഭവമായിരിക്കും. പിന്നെ വേറൊന്നുണ്ട് ഏറ്റവും രസകരമായ 5 ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ 4 വാച്യം വിധിയായിരിക്കെ വ്യംഗ്യം പ്രതിഷേധമാവുക, വാച്യം പ്രതിഷേധമായിരിക്കെ വ്യംഗ്യം വിധിയാവുക, വാച്യം വിധിയായിരിക്കെ വ്യംഗ്യം അനുഭയമാവുക, വാച്യവും പ്രതിഷേധവും അല്ല വിധിയും പ്രതിഷേധവും അല്ലാതാവുക, വാച്യം പ്രതിഷേധമായിരിക്കെ വിധിയും പ്രതിഷേധവും അല്ലാതാവുക വ്യംഗ്യം. ഇത് 4. 5-മത്തേത് ബഹുരസമാണ്. ഒരാൾ ഒരു ഡയലോഗ് പറയുന്നു, ഒരേ ആൾ തന്നെയാണ് പറയുന്നത്, പല ആളുകളോടും പല മെസ്സേജുമാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ശ്രോതാവ് വേറെ വേറെയാണ്. അപ്പൊ അനേക വിഷയം എന്നാ പറയാം. വ്യംഗ്യത്തെ അനേക വിഷയം, പലർക്കും പല അർത്ഥങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ വ്യംഗ്യം അനേക വിഷയമായിരിക്കുന്ന, വാച്യം ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ വ്യംഗ്യം പലർക്കും പലത്. ഒരാളോട് ഒരർത്ഥം, വേറൊരാളോട് വേറൊരർത്ഥം, വേറൊരാളോട് വേറൊരർത്ഥം, ഇതെല്ലാമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരേ വാക്ക് തന്നെ, ഒരേ ഡയലോഗ് തന്നെ. അങ്ങനെ 5 ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ 5 ഉദാഹരണങ്ങളിലൂടെ ഇവിടെ പറയുന്നത് എന്താണ്? വാച്യാർത്ഥത്തിൽ നിന്നും വളരെ അകലെയാണ് വ്യംഗ്യാർത്ഥം ആണ് കാണിക്കുന്നത്. ഇത് വസ്തുരൂപമായ വ്യംഗ്യാർത്ഥം. അതിൽ ആദ്യത്തെ പദ്യമാണ് ഭ്രമധമ്യ ബേസത്വം എന്നുള്ള പദ്യം. ഏതായാലും ഇനി നാളെ നോക്കാം നമുക്ക്.